അതിൻ്റെ നടുക്കൂടാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. എലിഫന്റ് വിത്ത് ലോട്ടസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ടെമ്പിൾ ആണ് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് ബോർഡർ ആണ് ഹൈലൈറ്റ് വരുന്നത്. ഇതൊരു സിഗ്സാഗ് മോഡൽ ബോർഡറിൽ ചെയ്തേക്കുന്നത്. ഇതുണ്ടോ നെറ്റിപ്പട്ടത്തിന്റെ ഇതാണ് ലുക്ക് വരുന്നത്. ഇതൊരു ഡിഫറെന്റ് പ്രിന്റില് ഷർട്ടുമുണ്ട് ഇട്ടതിന്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. പല്ലുവാണ് ഇതിന്റെ ഗ്രീനിലാണ് വരുന്നത്. നമ്മൾ എന്താർക്കാലും അതൊരു ട്രെൻഡായി മാറുന്നതായിരിക്കും. ഇത് പവർലൂം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഓണത്തിന് നിങ്ങൾ റെഡിയാണ്, ഇനി നമ്മൾ റെഡി ആവാൻ ബാക്കിയാണ്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കുത്തമ്പുള്ളിയിലാണോ? യെസ്, കുത്തമ്പുള്ളിയിൽ തന്നെ. പക്ഷെ കുത്തമ്പുള്ളി എറണാകുളത്തേക്ക് വന്നതാണ് കേട്ടോ. കുത്തമ്പുള്ളിയിലുള്ള എല്ലാം കൈത്തറി ഐറ്റംസ് അല്ലാത്ത പവർലൂം ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്ന വെച്ചാൽ മൊത്തം കേരള ട്രഡീഷണൽ വെയർ. ഇപ്പൊ ഞാൻ ഉടുത്തത് കാണുമ്പോൾ ലുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു പിടി കിട്ടും. നമ്മളിപ്പോ വന്നിരിക്കുന്നത് എറണാകുളത്ത് നമ്മുടെ സ്വന്തം എടപ്പള്ളിയുടെ അടുത്തായിട്ടാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ മെൻസ് വെയറിന്റെയും അതുപോലെ തന്നെ ലേഡീസിന്റെയും കിഡ്സിന്റെയും കൈത്തറി ഐറ്റംസും പവർലൂം എന്ന് വെച്ചാൽ മൊത്തം കേരള ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ബാലരമപുരത്തും അതുപോലെ തന്നെ കുത്താമ്പുള്ളിയിൽ നിന്ന് നെയ്ത്ത് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുണ്ടുകട, യെസ്, നമ്മുടെ മുണ്ടുകടയിലുള്ള എല്ലാ ഐറ്റംസ് എന്ന് വെച്ചാൽ വെറൈറ്റി കസ്റ്റമൈസ് ചെയ്തെടുക്കാനും വെറൈറ്റി കൊണ്ടുവരാൻ ഓരോ കൊല്ലം ഓണത്തിനായാലും വിഷുവിനായാലും നമുക്ക് വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ട് ഇവരും മറക്കാറില്ല. ഈ പ്രാവശ്യത്തെ വെറൈറ്റിയും ഞാൻ ഉടുത്ത സാരി തന്നെയാണ്. ഇതൊക്കെ ഒരു 10,000 രൂപയുടെ ഒരു സാരിയാണ് കേട്ടോ. 10,000 രൂപയുടെ സാരി. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് അകത്ത് ചെന്ന് പറയാ. 10,000 രൂപ ഒന്നും ചേട്ടാ, വെറുതെ പറഞ്ഞതാ, കേട്ടിട്ട് പേടിക്കണ്ട. പക്ഷെ ലുക്ക് 10,000-ന്റെ ഇല്ലേ? വാ, ഇനി ഇവരുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഇതാ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കേരള ട്രഡീഷൻ, നമ്മുടെ തനി മലയാളി ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് പോവാം. മൊത്തം കസവ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കാണ്. കസവ് ആഗ്രഹിക്കുന്നവർക്ക്, കസവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി മുണ്ടുകട നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലെ. ഇവിടെ കിട്ടുന്നത് മൊത്തം കേരള ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. പിന്നെ പുതുമയൊന്നല്ല നമ്മുടെ ഈ ഒരു മുണ്ടുകട അല്ലെ. നമ്മുടെ ഇടയില് ഒരു 4 വർഷമായി നമ്മുടെ ചാനലില് മുണ്ടുകട കണ്ട് വരുന്ന ഒരു സംഭവമാണ്. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ എന്താ ട്രെൻഡ്, മെയിൻ ആയിട്ട് അതറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. എപ്പോഴും ട്രെൻഡ് ഐറ്റംസും യൂണിക് ഐറ്റംസ് മാത്രമേ പ്രസന്റ് ചെയ്യുള്ളൂ വീഡിയോ. അറിയാം. അതോടാണ് എല്ലാ കൊല്ലത്തിലും ഒരു തവണ എന്തായാലും ഞാൻ ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് കയറിയിരിക്കും. ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. ഒന്നുകൂടി മൊഞ്ചായി, എന്തൊരു ക്ഷീണ മൊഞ്ച, എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ആ വ്യത്യാസം എല്ലാവരും ആഗ്രഹിക്കുന്നതാ. ഓക്കെ, നമ്മുടെ ഈ ഒരു കടയില് ഇനി എന്തായിട്ടിരിക്കണം മെയിൻ ആയിട്ട്? ഇന്ന് നമ്മുടെ വരാൻ പോകുന്നത്, ഇപ്പൊ നമ്മുടെ ഹാൻഡ്ലൂമിൽ തന്നെ കുറെ വെറൈറ്റി സാരീസ് നമ്മുടെ ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്ലൂമിൽ ചെയ്യുന്ന അതേ വെറൈറ്റി നമ്മൾ പവർലൂമിലും ചെയ്തിട്ടുണ്ട്. കുറേ വെറൈറ്റീസ് ഉണ്ടാവും. പിന്നെ സെറ്റ് മുണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ജെൻസിന്റെ മുണ്ടാണെങ്കിൽ കോമ്പിനേഷൻസ് പുതിയ ടൈപ്പിൽ നമ്മൾ ബാലരാമരം മുണ്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പവറിലും ഹാൻഡ്ലൂമിലും എല്ലാ ഐറ്റംസും കിട്ടും. കിഡ്സിന്റെ ഇല്ല? കിഡ്സിന്റെ ഉണ്ട്. കിഡ്സിന്റെ നമ്മൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. കുറേശ്ശെ ഡിസൈൻസ് ആയി. ഇനി ഓണം വരാൻ കുറച്ചുകൂടി ഉണ്ട് മാക്സിമം. അല്ല, അതിന് മുന്നേ ഇവിടെ ഓണത്തിന്റെ സാധനങ്ങൾ വന്ന് തുടങ്ങി. നമുക്ക് സാരീസും സെറ്റും മുണ്ട്, ജെൻസിന്റെ മുണ്ട്, ഇതെല്ലാം കംപ്ലീറ്റ്ലി വന്നു കഴിഞ്ഞു. അപ്പൊ ഓണത്തിന് നിങ്ങൾ റെഡിയാണ്? ഇനി നമ്മൾ റെഡി ആവാൻ ബാക്കിയാണ്. ഇനി ഞങ്ങൾ കാര്യമായിട്ട് ഒരുങ്ങിയിട്ട്. അപ്പൊ ഞങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്നത് വെച്ച് പറയാം. ഇത് കണ്ട ഒരു 10,000-ന്റെ ഒരു ലുക്ക് ഇല്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത് 10,000-ന്റെ സാരി തന്നെയാണ്. ഹാൻഡ്ലൂം ടൈപ്പിൽ നമ്മള് 10,000-ന്റെ സാരിയാണ്. ഇത് 10,000 രൂപ കണ്ടാ തോന്നിക്കും. പക്ഷെ ഇത് നമ്മള് പവർലൂം പോലെ ഹാൻഡ്ലൂം പോലെ ചെയ്തേക്കാണ്. പവർലൂം സാരിയാണ്. എന്നുവെച്ചാൽ കണ്ട ഹാൻഡ്ലൂം പോലെ ഫീൽ ചെയ്യും. ആ ഒരു സെയിം ഇതിൽ തന്നെ അതിന്റെ ഒരു റിപ്ലിക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് പവർലൂമിലാണ് വരുന്നത്. ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങൾ അതുപോലെ കളേഴ്സ് ഇതിൽ മാറും. കളേഴ്സ് കോഫി ബ്രൗൺ കൂടെ വരുന്നുണ്ട്. 2 കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒക്കെ നല്ല എന്നുവെച്ചാൽ ഹാൻഡ്ലൂമിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഫീലിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു പവർലൂം സാരീസിൽ വരുന്നുണ്ട്. ഇതിന്റെ കുറച്ചുകൂടി പല്ലു തന്നെ കുറച്ച് ഹെവി പല്ലുവാണ്. ഈ ശരിക്കും പട്ട് സാരിയുടെ അതേ ഒരു ഫീൽ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിന്റെ ബോർഡറിലെ ഡിസൈൻ കണ്ടോ, കണ്ടിന്യൂ ബോർഡർ ഡിസൈൻ ഉണ്ട്, ഫുൾ വരുന്നുണ്ട്. ഈ ബോർഡറിൽ വരുന്ന ബോഡിയിലും ഡിസൈൻ വരുന്നുണ്ട്. ബോഡി ബോർഡർ എല്ലാത്തിലും ടിഷ്യൂലാണ് വരുന്നത്. ടിഷ്യൂലാണ് വരുന്നത്. ഒരു ഡിഫറെന്റ് ലുക്ക് ആണ്. ഈ ഡിസൈൻ മാറ്റങ്ങൾ കിട്ടും നമുക്ക്. ഇപ്പൊ ഞാൻ ഇട്ടതല്ലാണ്ട് ഡിസൈൻ മാറ്റങ്ങളും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന 2 ഡിസൈനിലാണ്, 2 കളറിലും കോഫി ബ്രൗണിലും മെറൂണിലുമാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം നമ്മൾ ഇനിയും വേറെ വെറൈറ്റീസ്. ഇനി ആണുങ്ങളുടെ സെക്ഷനിൽ വരാണെങ്കിൽ ഇത് കോമൺ ആണ്, നമ്മൾ എല്ലായിടത്തും ഞാനൊരു ഡിഫറെന്റ് ആയിട്ട് വെറുതെ ഞങ്ങൾ ഇട്ട ഷർട്ട് മാറ്റിപ്പിച്ചതാണ്. അപ്പൊ ഉള്ള സൈസ് കിട്ടിയില്ല. അപ്പൊ ഉള്ള സൈസ് ഷർട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. ഇതും ഇവിടെ അവൈലബിൾ. ഇതല്ലാത്ത കുറെ ഷർട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് 1 സൈഡ് പ്രിന്റ് വരുന്നുണ്ട്, 2 സൈഡ് പ്രിന്റ് വരുന്നുണ്ട്. ഇതിന്റെ കുറെ പ്രിന്റഡ് ടൈപ്പും അല്ലാതെ ഒരു വെറൈറ്റി ടൈപ്പ് മുണ്ട് ഷർട്ട് ഒക്കെ കോമ്പിനേഷൻ ബേസിൽ, അതായത് മുണ്ട് ഷർട്ടിന് മാച്ച് ചെയ്തുള്ള മുണ്ടും കിട്ടുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഞാൻ അതിന്റെ കുറച്ചും
അതിന്റെ അതും എന്നുവെച്ചാൽ നമുക്ക് അല്ലാതെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആദ്യം വാചകടി ഇല്ല. ഇനി നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം ഹാൻഡ്ലൂം സെക്ഷൻ ആണ്. അത് ഹാൻഡ്ലൂമില് സെറ്റ് മുണ്ട് സെറ്റ് സാരി. ഓക്കെ, നമുക്ക് സെറ്റ് സാരി വെച്ച് തുടങ്ങാം. നമുക്ക് ഓക്കെ, ഈ കാണുന്നത് മൊത്തം നമുക്ക് എല്ലാ സാരീസിന്റെ പുതിയ വെറൈറ്റി കളക്ഷൻസ് ആണ്. ഞാൻ ഒന്നും കുറച്ച് തുറന്ന് കാണിച്ചു തരാം. ഇതൊരു ടിഷ്യൂ സാരിയാണ്. ഇത് സിൽവർ ഗോൾഡിൽ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. ബോഡി ഫുൾ ഗോൾഡൻ ടിഷ്യൂ. ഇത് മുന്താണിയാണ് വരുന്നത്. ഇതൊരു ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ഫ്ലവറാണ് വന്നേക്കുന്നത്. ഫ്ലവർ ചെയ്തേക്കുന്നത് സിൽവറിലും ഗോൾഡിലുമാണ് ചെയ്തേക്കുന്നത്. രണ്ടും കോമ്പിനേഷനിലാണ്. മുന്താണി ഇത് ഓവറോൾ ഫുള്ളി ഒരു വർക്ക് ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇത് മാച്ച് ചെയ്യാം. ഇത് പക്ക ഹാൻഡ്ലൂമിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഹാൻഡ്ലൂം എന്നൊക്കെ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വരും സെറ്റ് സാരിക്ക്? നമുക്കൊരു സെറ്റ് സാരി കോട്ടൺ ഡിസൈൻ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 3500 ആ റേഞ്ചിൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും. അത് പക്ക ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ ഹാൻഡ്ലൂം തന്നെയായിരിക്കും കേട്ടോ. അത് നമ്മൾ ചെയ്തെടുക്കണതും കൂടിയാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി. കസ്റ്റമൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം കസ്റ്റമേഴ്സ് നമുക്ക് വെഡിങ് ടീമുകൾ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ടീമുകൾ അവരുടേതായ ഡിസൈൻസ് നമ്മളെ തരുവാണെങ്കിൽ നമുക്ക് പറ്റുന്ന ഡിസൈൻ ആണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കും. കസ്റ്റമർ നമ്മൾ വീവറിനോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കാം. അപ്പൊ കസ്റ്റമൈസ് ചെയ്തെടുക്കുക. അതിനൊരു ടൈം പീരീഡ് വേണം. അല്ലാത്ത ഇവിടെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തേക്ക് ഇതും അതുപോലെ തന്നെ ഒരു പോൾക്ക ഡോട്ട്സ് ആണ്. ഇത് ചെക്സിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാ വർഷവും ഇതിന്റെ വീതി കൂട്ടിയുള്ള ബോർഡറിലാണ് ചെയ്തത്. ഇത് ഇപ്രാവശ്യം നമ്മൾ വീതി കുറച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുണ്ട് ഫുൾ ചെക്സിൽ പോൾക്ക ഡോട്ട്സ് ആയിരിക്കും ചെയ്തത്. ഇത് ഫുൾ വീവിംഗിലാണ്. അതെ, ഫുൾ വി കോഫി ബ്രൗണും ബ്ലാക്കും ആണ് ഇത് ചെയ്തത്. ഇത് മുന്താണി വരുമ്പോ ഇത് മുന്താണിയാണ്. ഇങ്ങനെ വരും. ഇങ്ങനെ ഓവറോൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം സാരീസ് മിക്കതും ചെയ്തേക്കുന്നത്. എല്ലാവർക്കും സിമ്പിൾ കൂടുതൽ സിമ്പിൾ ആണ് കൂടുതൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും വേണം ആ ഒരു രീതിയില്. അപ്പൊ വർക്ക് കൂടുന്നതിനനുസരിച്ച് ബഡ്ജറ്റ് കയറും. അതും ഉണ്ടാവും. അത് കസവും വർക്കും വരുന്നതനുസരിച്ച് പ്രൈസും ഉണ്ടാവും. പ്രൈസ് എന്ന് വെച്ചാൽ വീതി കൂടുന്നതിനനുസരിച്ച് കസവ് കയറുന്നതിനനുസരിച്ചിട്ട് ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒറിജിനൽ കസവില് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഒരു സിൽവറും കുറച്ച് ട്രെൻഡിങ് ആണ്. സിൽവർ ഇതുണ്ട്. ഇത് കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. ഇത് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. സിൽവർ ആണ്. ഇതിന് പല്ലുവാണ് വരുന്നത്. ഇത് സിൽവറും ഗ്രീനും തന്നെ കോമ്പിനേഷൻ. ഇതിന്റെ ഒക്കെ ബ്ലൗസ് റണ്ണിങ് ഉണ്ടാവും. എല്ലാത്തിനും റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. എല്ലാ ഹാൻഡ്ലൂം സാരീസ് 630 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും. അങ്ങനെയാ വരുന്നത്. ഇത് ബോഡിയിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇങ്ങനെ വരും കേട്ടോ. ഇത് ഫുള്ള് വീവിംഗില് വരുന്നതാണ്. ഇതിപ്പോ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് മീൻസ് ഇതിപ്പോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരം കൂടി ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നൊന്നും പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെടുന്ന സംഭവമാണെങ്കിൽ വേഗം തന്നെ പിക്ക് ചെയ്തോട്ടോ. ഇവർക്ക് വീഡിയോ കോൾ ത്രൂ ആയാലും ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു സിംഗിൾ പീസ് മെയിൻ കാര്യം പറയാൻ മറന്നു, റീറ്റെയിൽ ആണ്. അതേപോലെ തന്നെ ഹോൾസെയിൽ ആണ്. ബൾക്ക് പീസ് ആണെങ്കിൽ അതും കിട്ടും. ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഫ്ലവറിന്റെ തന്നെ ഇതൊരു ഗോൾഡനിൽ ചെയ്തേക്കുന്നത് കുറച്ച് വലിയ ഫ്ലവർ. അതെ, ഒരു ബ്ലാക്കും പല്ലു വരുന്നത്. പല്ലുവിലായിരിക്കും വലിയ ഫ്ലവർ ചെയ്തേക്കുന്നത്. ഇങ്ങനെ പല്ലു വരുന്നത്. ഇങ്ങനെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ഫ്ലവർ. സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. സിമ്പിൾ സാരി ആഗ്രഹിക്കുന്ന കുഴപ്പമുണ്ട്. അതെ, കോട്ടണില് ഫുൾ ബോഡി ഇങ്ങനെ തന്നെ ആയിരിക്കും. കോട്ടനും ഉണ്ട്, ടിഷ്യൂ ഉണ്ട് കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ട് കസവ് സാരി. നമുക്ക് കേരള ട്രഡീഷണൽ സാരി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് കോട്ടനാണ്. അതെ, കോട്ടനും കസവുമാണ് മെയിൻ ആയിട്ട് വരുന്നത്. ടിഷ്യൂവും കോട്ടനും. അതെ, പിന്നെ ചെയ്തേക്കുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ ഓൺ ബട്ടർഫ്ലൈ. ഇതാണ് എന്റെ പല്ലു വരുന്നത്. പല്ലുവിൽ നമ്മൾ ബട്ടർഫ്ലൈ ആണ് ചെയ്തേക്കുന്നത്. ബോഡിയിൽ ഇങ്ങനെ ചെറിയ ബട്ടർഫ്ലൈ ആണ് വരുന്നത്. അതും ഉണ്ടാവും. ഡിഫറെന്റ് ആണ്. ഈ വർഷം ഇറക്കിയേക്കുന്നതാണ് ബട്ടർഫ്ലൈയുടെ ഹാൻഡ്ലൂം സാരി. ഇതിന്റെ ബോർഡർ ആണെങ്കിലും ഒരു ഡിഫറെന്റ് ആണ്. ഇതുണ്ട് ചെറിയ ലൈൻസ് ഒക്കെ കൂടിയാണ് ചെയ്തേക്കുന്നത്. ചെറിയ ലൈൻസ് ഒക്കെ വന്നിട്ടുള്ളത്. ശരിക്കും ഇത് ഇപ്പൊ ഞാൻ ഉടുത്ത സാരി ആയാലും നമ്മളൊക്കെ ഈ സാരീസ് കാണുന്ന പോലെയല്ല, നമ്മൾ ഉടുത്ത് കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് ഡിഫറെന്റ് തന്നെയാണ്. ഇതൊക്കെ മടക്കിയിരിക്കുമ്പോ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ഉടുക്കണതും കാണുന്നതും രണ്ടാണ്. ഇഷ്ടപ്പെടാണെങ്കിൽ അപ്പൊ തന്നെ മേടിച്ചു. പിന്നെ ഉടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ഫീലിംഗ്, സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ നിങ്ങൾ വേറെ വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്ന സാരി. അതും സിൽവറിലാണ് ചെയ്തത്. പോൾക്ക ഡോട്ട്സ് ഒക്കെ ഇട്ടത് ചെക്സ്. ഇത് ശരിക്കും ടിഷ്യൂ ആണോ കോട്ടൺ ആണോ? ഇത് ഈ കളർ ആയതുകൊണ്ട് മനസ്സിലാവണില്ല. കോട്ടൺ ആണ് അല്ലേ? വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇത് ചെയ്തു വെച്ചതാ. ഈ പ്രാവശ്യത്തെ പുതിയ ട്രെൻഡ് ഒരു ട്രെൻഡ് ആക്കാം എന്ന രീതിയിൽ നമ്മൾ ചെയ്തേക്കാം. നമ്മൾ എന്താർക്കാലും അതൊരു ട്രെൻഡായി മാറുന്നതായിരിക്കും. അത് വേറൊരു വിഷയം. അപ്പൊ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അത് വെച്ചൊന്ന് പരീക്ഷണം നടത്തിയതാണ്. നമ്മൾ ഇതിന്റെ ഒരു ടിഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു ചെക്സ് കോഫി ബ്രൗൺ കണ്ടില്ല നേരത്തെ. അതേപോലെ തന്നെ ഇത് ബ്ലാക്കിൽ സിൽവർ ഇട്ട് സിൽവറിൽ പോൾക്ക ഡോട്ട്സ് ചെയ്തത്. പിന്നെ ഇതാണ് ഇതൊരു പ്ലെയിൻ സാരിയാണ്. പക്ഷെ വലിയ ബോർഡർ ആണ്. വലിയ ബോർഡർ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്.
വലിയ ബോർഡർ മുന്താണിയിലും വലിയ മുന്താണി വലുതാണ്, കുറച്ച് ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോർഡർ കണ്ടോ, ഇതൊരു 10 ഇഞ്ച് വീതിയിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും നമുക്ക് എത്ര ഇഞ്ച് വരെ നമുക്ക് ലാസ്റ്റ് പോകും? നമുക്കൊരു എങ്ങനെയുള്ള കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊരു 5 ഇഞ്ച് വീതി 4 ഇഞ്ച് വീതിയൊക്കെയാണ് മാക്സിമം ചെയ്യാറുള്ളത്. ഇപ്പൊ വീതി കൂട്ടി ചെയ്തേക്കുന്നത് ഓണമല്ലേ, അതുകൊണ്ട് ചെയ്തേക്കുന്നത്. ഓണമല്ലൊക്കെ എടുക്കട്ടെ. പിന്നെ കളേഴ്സ് എന്ന് പറയുമ്പോ എപ്പോഴും ഈ ഒരു ഗ്രീൻ മെറൂൺ, അത് നമ്മുടെ ട്രഡീഷണൽ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഗ്രീനും മെറൂൺ ഒക്കെ അത് വിട്ടിട്ട് നമുക്ക് കളിക്കാനേ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഫുൾ ഇത് ഹാൻഡ്ലൂം സാരീസ്. ഇതിപ്പോ കോമ്പിനേഷന്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഇപ്പൊ വേറെ കോമ്പിനേഷൻ, ഇത് ഗ്രീനും കോഫി ബ്രൗണും ആണ് ചെയ്തേക്കുന്നത്. നേരത്തെ ഗ്രീനും മെറൂണും അല്ല. ഇതും ടിഷ്യൂന്റെ ഒരു ഡയമണ്ട് ഡിസൈൻ സാരിയാണ് വരുന്നത്. ഇതിന്റെ പല്ലുവാണ് വരുന്നത്. ഈ പല്ലുവിന്റെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഡയമണ്ട് ഡിസൈൻ തന്നെയായിരിക്കും. ഇതിന്റെ റേറ്റ് ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. എന്തായാലും ഹാൻഡ്ലൂം സാരീസ് ഒരു 2000-3000 റേഞ്ച് എന്തായാലും പോവില്ല. അല്ല, നമുക്ക് നോർമൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹാൻഡ്ലൂം സാരീസ് ആണെങ്കിൽ 2000 ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യും. അല്ലെ ഡിസൈൻ അതിന് വേണമെങ്കിൽ ഒരു 3300 ആ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാ. എന്ന് വെച്ചാൽ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ അതിന് കാശുണ്ട്. കാരണം ഒരാളും നെയ്തെടുക്കുന്നതാണ്, കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണ്. പവർ ലൂമിൽ വരുമ്പോ വിഷയം മാറും. ഇതേ സെയിം സാധനം നമ്മൾ ഓൾമോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വരുന്ന പവർ ലൂം കുറച്ച് കുറഞ്ഞിരിക്കും. ഓക്കെ, ഇനി ഇതൊരു കളക്ഷനായി കൊറേ ഉണ്ട് കേട്ടോ. ഇത് ടെമ്പിൾ ഡിസൈൻ ആണ്. ഇത് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതും ടെമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. ബോഡി ഫുൾ ഇങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. അതിന്റെ പല്ലുവാണ് വരുന്നത്. ബോഡിയിലും ഇതേ ടെമ്പിൾ ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത്. കോട്ടൺ ആണ് വരുന്നത്. ഈ വീവിംഗിലാകുമ്പോ കൂടുതൽ വീവിംഗ് തന്നെ വരാം. പ്രിന്റ് ആയിട്ടൊന്നും വരില്ല. നമ്മൾ ഹാൻഡ് പെയിന്റ് ചെയ്ത് നമ്മൾ പ്ലെയിൻ സാരിയില്ല, ഹാൻഡ്ലൂം സാരിയിൽ പെയിന്റ് ചെയ്തെടുക്കാറാണ് കൂടുതലും എടുക്കാറുള്ളത്. ഓക്കെ, ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ വീവ് ചെയ്തിട്ട് അതില് പെയിന്റ് ചെയ്തെടുക്കുന്നതാണ് മെയിൻ ആയിട്ട്. ഇതും പിന്നെ ചെറിയ പോൾക്കാണ്. നമ്മൾ എല്ലാ വർഷവും പോൾക്ക ചെയ്യും. ഇത് മുന്താണിയിലാണ് ഇങ്ങനെ ചെയ്തത്. മുന്താണിയിൽ ഒരു ലൈൻസ് ഇങ്ങനെ ഓവറോൾ വന്നിട്ടുണ്ട്. മുന്താണിയിൽ ഉണ്ടോ, മുന്താണി മാത്രമേ ഉള്ളൂ. ലൈൻസ് വിത്ത് പോൾക്ക വരും. പിന്നെ ബോഡിയിൽ ഉണ്ടാവും, ചെറിയ പോൾക്ക ഉണ്ടാവും. ഇങ്ങനെ വരും. ഇത് ഉടുക്കുമ്പോ ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും അല്ലേ? ഭയങ്കര ഇത് മാത്രമേ ഇതായപ്പോ ഹാൻഡ്ലൂം നമുക്ക് ഡിസൈൻ ബ്ലൗസ് ഒക്കെ ഇട്ടുവാണെങ്കിൽ. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നോർമൽ എന്ന് വെച്ചാൽ ഹാൻഡ്ലൂമില് നോർമൽ എന്ന് പറയാന്ന് വെച്ചാൽ ബ്രൈഡുകാർക്കുള്ളതും ഗ്രൂമുകാർക്കുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. ചെക്കനും പെണ്ണിനും കല്യാണം കഴിക്കാതെ ഇതൊക്കെ അതിന്റെ നമുക്ക് അങ്ങനെയാണെങ്കിൽ സെറ്റ് മുണ്ടിന് മാച്ച് ചെയ്ത് മുണ്ടൊക്കെ എടുക്കാൻ പറ്റും. ഡിസൈൻസ് എന്ന് വെച്ചാൽ രണ്ടാൾക്കും ഒരുപോലത്തെ കളേഴ്സ്, ഒരുപോലത്തെ ഡിസൈൻസ്. ഇതൊക്കെ ഫുൾ കസവല്. ഇതൊക്കെ എപ്പോഴും കാലാകാലം കാണുന്നതാണ്. ഡിസൈന്റെ ഒരു സെറ്റ് മുണ്ടാണ്. ഇതേ മാച്ചിങ്ങിൽ മാറ്റ് ഡിസൈൻ്റെ ജെൻസിന്റെ മുണ്ടുണ്ടോ? സെയിം മാച്ചിങ്ങിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ചെക്കനും പെണ്ണിനും തന്നെയല്ല, അവരുടെ മൊത്തം ഫാമിലിക്കും നമ്മൾ അറേഞ്ച് ചെയ്ത് അങ്ങനത്തെ ടൈപ്പ് കുറച്ചുണ്ട്. ഞാനത് കാണിച്ചു. നമുക്ക് എന്തായാലും സെറ്റ് സാരി എടുത്ത കാരണം സെറ്റ് സാരിക്ക് ആദ്യം പോവാം. ഇപ്പൊ ഇതൊക്കെ പവർ ഹാൻഡ്ലൂമായി. അതെ, ഹാൻഡ്ലൂമിന്റെ ഒരു സാരി കൂടി ഞാൻ കാണിച്ചത്. ഇതും പോൾക്ക ഡോട്ട്സിന്റെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊരു ലൈൻസ് പോലെ പോൾക്ക ഡോട്ട്സ് ഈ വർഷം ചെയ്തേക്കുന്നതാണ്. ഇതിന്റെ പല്ലുവാണ് വരുന്നത്. ഇങ്ങനെ വരും പല്ലു. പക്ഷെ ബോഡിയിലും ഇതേപോലെ തന്നെയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് ഫുൾ വർക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കണം. അപ്പൊ ഇതിന്റെ ബ്ലൗസ് വരുമ്പോ കണ്ടിന്യൂസ് ഉണ്ടല്ലേ? അതെ, കണ്ടിന്യൂസ് ഉണ്ടാവും. ഇത് പിന്നെ നോക്കണ്ട, ഇത് ഇങ്ങനെ ഫ്ലീറ്റ് വരുമ്പോ അത് ഹൈഡ് ആയി പോകും. അപ്പൊ ആ കാര്യത്തിന് ഇതില്ല. ഇനി ഇത് ഹാൻഡ്ലൂം ഇതേപോലെ ഇതിന്റെ 2-3 കളേഴ്സ് ഉണ്ട്. ഗ്രീൻ മെറൂൺ ഉണ്ടാവും, പിന്നെ പ്ലെയിൻ കസും ഉണ്ടാവും. ഇതേപോലെ തന്നെ പ്ലെയിൻ കസ് റിപ്പീറ്റ് ചെയ്തേക്കണം. ഇതാവുമ്പോ കളറിൽ വരും, ഇതാവുമ്പോ പ്ലെയിനിലാണ്. അങ്ങനെ ഒരു മാറ്റം. അപ്പൊ കളേഴ്സും അവൈലബിൾ ആണെന്ന് ഇപ്പൊ കാണിച്ചതിന്റെ മിക്കതിന്റെ കളേഴ്സ് ഉണ്ടാവും. അതല്ലേ? പിന്നെ ഇതും പുതിയ ടൈപ്പാണ്. ഇതൊരു ലീഫാണ് ചെയ്തേക്കുന്നത്. ഒരു വയലറ്റ് ബ്ലൂയിലാണ് ചെയ്തേക്കുന്നത്. കളർ അടിപൊളിയല്ലേ? കളർ അടിപൊളി, ഡിഫറെന്റ് ഫീലിംഗ്. ഇതുണ്ടോ, ഒരു ഡാർക്ക് പല്ലുവാണ് വരുന്നത്. വാവ്, അടിപൊളിയല്ലേ? പോൾക്ക വിട്ടിട്ട് കുറച്ച് മാറ്റാം. സാധാരണ ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ടെമ്പിൾ ഡിസൈൻസ് ഒക്കെ ചെറിയൊരു വ്യത്യാസം വേണ്ടേ? എപ്പോഴും ഓരോ ചില എല്ലാവർക്കും മിക്കവരും കാണുന്നതായിരിക്കും. ഇല്ലാത്തവർക്ക് അപ്പൊ ഇതല്ല, നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സാരീസ് ഉണ്ട്. നമ്മളിപ്പം ഹാൻഡ്ലൂമിൽ ചെയ്യുന്ന അതേ ഡിസൈൻ തന്നെ പവർ ലൂമിൽ ചെയ്തിട്ടുണ്ട്. ഇതൊരു കോട്ടന്റെ കണ്ട ശരിക്കും ഹാൻഡ്ലൂം പോലെ അല്ലേ? കണ്ട ഇതുണ്ടോ, ഒറ്റ നോട്ടത്തിൽ കണ്ട കസവിന്റെ കളർ ആണെങ്കിൽ വരും. ആ ഒരു ലൈറ്റ് കളർ, ലൈറ്റ് കസവിന്റെ ഇതുണ്ട്. കണ്ട ശരിക്കും ചെക്സ് ആണ്. ചെക്സില് ചെയ്തേക്കുന്നത്. ഇത് ചെക്സ് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ ബേസിലാണ് ചെക്സ് ചെയ്തേക്കുന്നത്. അതെ അതെ, കോട്ടൺ ആണ്. കസവിനും ആ ഒരു ഫിനിഷിംഗ് അല്ലേ? അതെ, കസവിനും നല്ല ഫിനിഷ്. അതിന്റെ ബോർഡർ ഉണ്ട്. പിന്നെ ബോർഡറിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ അല്ല, ബോർഡർ ടെമ്പിളിന്റെ ഫുൾ ബോർഡർ ടെമ്പിൾ ആയിട്ട് തന്നെ ആയിരിക്കും. ടെമ്പിളിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുന്താണി വരുമ്പോ മുന്താണിയാ കാണിച്ചത്. മുന്താണി ഇതാണ് മുന്താണിയിൽ ഒരു പോൾക്കയും ടെമ്പിളൊക്കെ ആയിട്ട് വന്നേക്കുന്നുണ്ട്. ഇത് വലിയ ടെമ്പിളും
ഇത് പവർലൂം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അത് പവർലൂം പോലെ ഹാൻഡ്ലൂം പോലെ പവർലൂമിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും ഞാൻ പറയില്ലേ, മടക്കിയിരിക്കുമ്പോ അതിന്റെ ആ ഫീലിംഗ് കിട്ടില്ല, ഉടുത്ത് വരുമ്പോഴാണ് അതിന്റെ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഇതൊക്കെ പവർലൂം ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമ്മളെ പോൾക്കയുടെ സാരി ഇല്ല നമ്മളിപ്പോ ഇവിടെ കണ്ടേ, ഇപ്പൊ കണ്ടത് സെയിം അതിന്റെ ഒരു ടൈപ്പ് നമ്മളെ പവർലൂം ചെയ്തേക്കണം. കണ്ടോ, ഫുൾ ഇങ്ങനെ ചെക്സ് കണ്ടോ. അപ്പൊ റിപ്ലിക്കും ഇറങ്ങാൻ തുടങ്ങി, കസവ് സാരിയില് വെറൈറ്റീസ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് അല്ലെ? ഇതിൽ കളേഴ്സ് നമ്മുടെ ഒരു ഗ്രീൻ കളർ ഉണ്ടാവും, പക്ഷെ ഇത്രയും വലിയ പോൾക്ക ആയിരിക്കില്ല, കുറച്ചുകൂടി ചെറിയ പോൾക്ക ആയിരിക്കും. ശരിക്കും സെയിം. നമുക്കിതിപ്പോ ഇങ്ങനെയാ നമ്മൾ സാധാരണ ഒരു ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റും. ഇത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും മെറ്റീരിയൽ ബേസിൽ. ഹാൻഡ്ലൂം കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും, ഇത് ഹാൻഡ്ലൂം മെറ്റീരിയൽ ബേസിൽ കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ കസവ് ഇപ്പം പറയാൻ ഏകദേശം ഒരേപോലെ ഇരിക്കും, പക്ഷെ എന്നാലും നോക്കി എടുക്കേണ്ടി വരും. നമ്മളാകുമ്പോൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങളാകുമ്പോ ഉള്ളത് പോലെ തന്നെ പറയും. നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ചതിയിൽ പെടരുത്. അപ്പൊ ഹാൻഡ്ലൂം പവറും ലൂം രണ്ട് ക്വാളിറ്റി ആണ്. അത് ഉടുക്കണവർക്ക് അറിയില്ല. ഇനി വീഡിയോ കോൾ ത്രൂ ആയാലും ചതിയിൽ പെടില്ലേ? അല്ല, നമുക്ക് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളത് കറക്റ്റ് ഹാൻഡ്ലൂം ഏത് പവർലൂം ഏതെന്ന് പറഞ്ഞ് ഡിഫറൻസ് മനസ്സിലാക്കി കൊടുത്തിട്ട് എടുക്കുള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ രണ്ടും മാറ്റമുണ്ട്. അത് ഹാൻഡ്ലൂം ഉപയോഗിക്കുന്നവർക്ക് പിന്നെ പവർലൂമിക്ക് കയറാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞു പ്ലെയിൻ കസവാണ്. ഇത് അതിന്റെ ഒരു കളർ വരുന്ന ടൈപ്പ്. ഇതിന്റെ പല്ലു ഇങ്ങനെ കളർ പല്ലുവാണ് ഇതിന്റെ, ഗ്രീനിലാണ് വരുന്നത്. ഇതിന് വേറൊരു കളർ കൂടെ ഉണ്ടാവും. രണ്ട് കളർ ഷെയ്ഡ്. ഇത് മുന്താണി പോർഷൻ ബോഡിയിൽ ഇങ്ങനെ വരും. ബോഡിയിൽ ഇങ്ങനെ ഫുൾ പോൾക്ക തന്നെ ആയിരിക്കും വരുന്നത്. കണ്ടോ, ബ്ലൗസ് ബ്രോക്കേഡ് ആയിട്ട് തന്നെ ആയിരിക്കും റണ്ണിങ്. അതെ, റണ്ണിങ്. ഓക്കെ. ബോർഡർ ആണെങ്കിലും ഗ്രീനിൽ തന്നെ വരുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ട് തന്നെ, ഒരു ഡിഫറെന്റ് പ്ലെയിനില് ഇതേപോലെ സാരി സെയിം സാരി നമ്മുടെ ഹാൻഡ്ലൂമിലും ഉണ്ട്. സെയിം സാരി. രണ്ടിനും ഒരു വ്യത്യാസം ഫീൽ ചെയ്യണമെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കണം. ബഡ്ജറ്റ് ആയിട്ട് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആ രീതിയിൽ മേടിക്കാൻ പറ്റില്ല. അപ്പൊ ബഡ്ജറ്റ് പറഞ്ഞിട്ട് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാം, അല്ലെങ്കിൽ ഹാൻഡ്ലൂം അല്ലെങ്കിൽ പവർലൂം ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ട് മേടിക്കാം. ഇതൊരു ടിഷ്യൂവിന്റെ ചെക്സ് ആണ്, കുറച്ച് വൈഡ് ആയിട്ടുള്ള ചെക്സ് ആണ്. ഇത് എംബ്രോയിഡറി ആണ്, നെറ്റിപ്പട്ടത്തിന്റെ. ഇത് എംബ്രോയിഡറി സ്റ്റൈലാണ് വരുന്നത്. എംബ്രോയിഡറി കുറെ സാരീസ് നമ്മൾ ഈ വർഷം വെറൈറ്റി എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. കോട്ടണിലും ചെയ്തിട്ടുണ്ട്, ടിഷ്യൂലും ചെയ്തിട്ടുണ്ട്. എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ ജസ്റ്റ് നമ്മുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ വെറൈറ്റീസിന്റെ കൊടുക്കുന്നതായിരിക്കും. അത് പല്ലു വരുന്നത് ശരിക്കും ഇങ്ങനെ തിരിച്ചു കാണിക്കണം, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കാണുമ്പോ. നെറ്റിപ്പട്ടത്തിന്റെ ഇതാണ് ലുക്ക് വരുന്നത്, മുന്താണിയുടെ പോർഷൻ കേട്ടോ. അപ്പോൾ എംബ്രോയിഡറിയുടെ വർക്കാണ്. അതേപോലെ ബോർഡറിലും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട്. അത് കറക്റ്റ് ആ ഇതിൽ മടക്കിയില്ലെങ്കിൽ പണിയാവൂലേ? ചെറിയൊരു ഫോൾഡിങ് മാറി കഴിഞ്ഞാലും വരുന്ന കസ്റ്റമർ പെട്ടെന്ന് പറയും ഇത് കുറെ ഓടിയതാണ്, പഴകിയതാണെന്ന് പറയും. ഇതും കോട്ടണിൽ വരും. നമ്മളിത് പണ്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്. വലിയ ടെമ്പിൾ കണ്ടിട്ടില്ല ഹാൻഡ്ലൂമിൽ? എന്നുവെച്ചാൽ ഹാൻഡ്ലൂമിൽ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പട്ട് സാരികളിൽ, കാഞ്ചിപുരം സാരീസിലൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ടെമ്പിളുടെ ഡിസൈൻ ആണ് ഈ കാണുന്നത്. ഇതുണ്ടോ, കണ്ടോ? ഇത് ഒരു സിൽക്ക് ടൈപ്പ് ആണല്ലോ. ഇത് ടെമ്പിൾ ആണ് വരുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ട് ബോർഡർ ആണ് ഹൈലൈറ്റ് വരുന്നത്. ടെമ്പിൾ ആണ്, കണ്ടോ? ഇത് ഈ തുണി ശരിക്കും കോട്ടൺ തന്നെയല്ലേ? 80 നൂലാണ് വന്നേക്കുന്നത്. മറ്റേത് ഹാൻഡ്ലൂമിൽ വരുമ്പോൾ 100 ആണ് വരുന്നത്. സോഫ്റ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഹാർഡ് ആയിരിക്കും, പക്ഷെ ചുരുങ്ങത്തൊന്നുമില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കും. ഇതിന്റെ കസവിന്റെ കളർ ആണെങ്കിലും നല്ല ഒറിജിനൽ കസവിന്റെ കളർ ആയിരിക്കും. കളർ ഫീലിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു കസവ് എന്ന് വെച്ചാൽ ഇതും ഇഷ്ടപ്പെടുന്നവര് കുറെ പേരുണ്ട്. പിന്നെ ടിഷ്യൂലാണ് വരുന്നത്. ഇപ്പം മാം ഉടുത്തതിന്റെ കോഫി ബ്രൗൺ എന്ന് പറഞ്ഞില്ലേ? ഒരു മിനിറ്റ് അമ്മ അടക്കൊന്ന് കാണിക്കട്ടെ. ഇതിങ്ങനെ ആക്ച്വലി ഇരുന്ന് കഴിയുമ്പോ ഒരു ലുക്ക് ഫീൽ ചെയ്യില്ല. ഇത് ഇങ്ങനെ മടക്കിയിരിക്കും അല്ലെ? ഒരു ലുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് അതെ, ഇതിന്റെ തന്നെ ഈ സെയിം സാരി തന്നെയാണ് കേട്ടോ ഞാൻ ഉടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഉടുത്ത് വരുമ്പോഴുള്ള ലുക്ക് ഡിഫറെന്റ്. അത് ഇവിടെ ഇരിക്കുന്ന ഏത് സാരി ആയാലും അങ്ങനെ തന്നെയാണ്. അതെ, ഇനി തുറന്ന് കാണുമ്പോ പല്ലുവിന്റെ പോർഷൻ. ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. കുറച്ചുകൂടി ഹെവിയാണ്, ഹെവി ആയിട്ടുള്ള പല്ലു ആണ് വരുന്നത്. ബോർഡർ അടക്കാനുള്ള ഇങ്ങനെ തന്നെ ഇതുണ്ട്. ഇത് പല്ലു തന്നെ, ഇത് ബോർഡർ വരുന്നത്. ഇത് കോഫി ബ്രൗൺ ആണ്. കോഫി ബ്രൗൺ, പക്ഷെ മറൂണ് കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വേറൊരു ഷെയ്ഡ് ഒന്നും അല്ല, എപ്പോഴും കോമൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷെയ്ഡ്. ഇതിലിപ്പം ഇത് വരുന്നത് ഏതാ? ഇത് റണ്ണിങ് തന്നെ. ബ്ലൗസ് പീസ് എല്ലാത്തിനും റണ്ണിങ്ങിൽ തന്നെ സാരീസിൽ വരുന്നത്. നമ്മൾ ഒരെണ്ണത്തിൽ കണ്ടതിൽ മാത്രമേ ജക്കാർഡ് ടൈപ്പ് ബ്ലൗസ് പീസ് വരുന്നു. ബാക്കിയൊക്കെ റണ്ണിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതും അതേപോലെ തന്നെ ഹാൻഡ്ലൂം ടൈപ്പിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാരിയാണ്. കണ്ടോ, ഫുൾ ടിഷ്യൂ ആണ്. ഇതിനകത്ത് കളറൊന്നുമില്ല. ബോഡിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഒരു ലൈൻസോട് കൂടി ബോഡിയിൽ ഡിസൈൻ വരും. ഫുൾ വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തത്. അടിപൊളി. എന്താ എനിക്ക് സിമ്പിൾ ഇങ്ങനത്തെ ഇഷ്ടം കേട്ടോ.
ഇതാവുമ്പോ ബ്ലൗസ് ഏതായാലും ഇടാമോ? അതിന്റെ അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് ഡിസൈൻ ഉള്ള ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ഡിസൈനർ ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലുക്ക് മാറി, സാരിയുടെ ലുക്ക് തന്നെ നമ്മുടെ ലുക്കും മാറി അല്ലേ? അതെ, നമ്മൾ ഈ എംബ്രോയിഡറി എന്ന് പറയില്ല, ഇത് കോട്ടണിൽ ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി ആണ്. ഇതാണ് ആനയാ? ഓ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സാരി തന്നെ ഒരു വെറൈറ്റി. ഇതിന്റെ ഒരു പ്ലെയിൻ സാരി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഈ സാരി, ഇത്രയും ഭാഗത്ത് ലൈൻസ്, ഇത് പിന്നെ കോട്ടന്റെ ഒരു പോർഷൻ, പിന്നെ ഒരു കസവും ലൈൻസും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ്. അതിന്റെ നടുക്കൂടാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. എലിഫന്റ് വിത്ത് ലോട്ടസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എംബ്രോയിഡറി ആണ് പ്രിന്റ് അല്ല, മൊത്തം എംബ്രോയിഡറി സാരി ഇതുപോലെ തന്നെയായിരിക്കും. ഫുൾ ഇത് മുന്താണിയായിട്ട് സെപ്പറേറ്റ് ഇല്ല അങ്ങനെ ആയിട്ടൊരു ഡിവൈഡ് ചെറുതായിട്ട് ഒരു കസവ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഈ സാരി ഒരു ലുക്ക് ഡിഫറെന്റ് ആട്ടോ. ആനയാണ് ഇരിക്കണ മൊത്തം, അടിപൊളി മൊത്തത്തിലുണ്ട് കേട്ടോ. ഓവറോൾ ഈ ഒരു സംഭവം അങ്ങനെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ തന്നെ ഒരു വെറൈറ്റി കാണിക്കാന്ന് പറഞ്ഞില്ലേ, ഇതിപ്പം ഈ സാരി ഇതിപ്പോ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്, ഇതിന്റെ തന്നെ ഒരു ഇതാണ് ഹാഫ് ആൻഡ് ഹാഫ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഇത് ഒരു 3 ഇത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടായിട്ട് അതൊന്നും നിവർത്തി ഇങ്ങനെ അല്ല, ഇങ്ങനെ വെറുതെ മുകളിൽ പിടിച്ച് ജസ്റ്റ് ആ ലുക്ക് ഒന്ന് കാണിക്കാം. കണ്ടോ, ഇതാകുമ്പോ 3 എണ്ണത്തിന്റെ ഒരു ഇതാ വരുന്നത്, അത് ഹാഫ് ആൻഡ് ഹാഫ് പോർഷൻ. ഇതാകുമ്പോ എംബ്രോയിഡറിയിൽ വരുന്നത്, അത് പ്ലെയിനിലാണ് വരുന്നത്, അതിൽ വേറെ വർക്കൊന്നുമില്ല, ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ്, 2 ബഡ്ജറ്റ് ആണ്. ആ ബഡ്ജറ്റ് ചോക്കണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, ഡയറക്റ്റ് ഇവിടെ വിളിച്ച് ചോദിച്ചോ. പിന്നെ ഇതൊരു ബട്ടർഫ്ലൈ വരുന്നത്, ബട്ടർഫ്ലൈ ബോർഡർ ആണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞേ ഈ കസവും അതിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. പണ്ട് അങ്ങനെയല്ലായിരുന്നു, പണ്ട് തിളങ്ങണതെല്ലാം കസവായിരുന്നു അല്ല, സത്യല്ലേ? ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളതും പിന്നെ ലൈറ്റർ ആയിട്ട് എന്താണ് റിയൽ കസവ്, എന്താണ് ആർട്ടിഫിഷ്യൽ കസവ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ഊഹം കിട്ടും, നമുക്ക് ആ ഒരു കസവ് ഒറിജിനൽ ആണോ ഡൂപ്പാണോ, അതിന്റെ നല്ല ക്വാളിറ്റി ആണോ ഇതാണെന്നുള്ളത്. കസവിൽ തന്നെ കുറെ തരം വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ 40-40 വെറൈറ്റീസ് ഉണ്ട് കസവിൽ തന്നെ. അപ്പൊ അത് നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലുക്ക് കാണാൻ എടുക്കാം. പിന്നെ എല്ലാവർക്കും വൺ ടൈം യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിൻലി ഹാൻഡ്ലൂം പോലെ പവർലൂം ചെയ്യാൻ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ. ഇത് ഒരു വെറൈറ്റി സാരി, ഇതിന്റെ ബോർഡർ ഫുൾ ബട്ടർഫ്ലൈ ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ പല്ലുവിലും ബട്ടർഫ്ലൈ വിത്ത് ഒരു മാംഗോ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോർഡറിൽ ഒരു ഫ്ലവർ ഡിസൈൻ കണ്ടിന്യൂ സ്ട്രൈപ്സ് പോലെ ആയിരിക്കും ചെയ്തേക്കുന്നത്. കണ്ടിന്യൂ ആ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മറ്റേത് സ്ട്രൈപ്പ് വെറുതെ ഫ്ലവർ ഒരു ലൈൻ നിർത്തിയേക്കുന്ന പോലെ അങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മടക്കാനും ഒരു വശം വേണമല്ലേ? അത് കുഴപ്പമില്ല. പിന്നെ ഇത് നമുക്ക് എവിടൊക്കെ എത്തിച്ചു തരാൻ പറ്റും? ഇത് നമ്മൾ വേൾഡ് വൈഡിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്യും. സിംഗിൾ പീസ് ആയാലും കിട്ടും. സിംഗിൾ പീസ് ആയിട്ടാണ് നമ്മൾ കൊറിയർ ചെയ്യും. ഒന്നും വേണ്ട, ഇന്ത്യ മാത്രമല്ല വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദുബായിലോ ഷാർജയിലോ എവിടെയായിരിക്കണം എന്ന് വെച്ചാൽ അവിടേക്ക് എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. ജസ്റ്റ് നിങ്ങളുടെ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഓണത്തിന്റെ ഒരു 1 വീക്ക് മുന്നേ കണ്ടിട്ട് ഓർഡർ ചെയ്യായിരിക്കും. 1 വീക്ക് വേണ്ടി വരും. വേൾഡ് വൈഡ് അതാ പറഞ്ഞത്, അവര് ഓണത്തിന്റെ 1 വീക്ക് മുന്നേ ഓർഡർ ചെയ്ത ഓണത്തിന്റെ ടൈം കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. ചിലപ്പം പിന്നെ പുറത്തുള്ളവർ ഓണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഓണം കഴിഞ്ഞ് 1-2 ദിവസം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും സെലിബ്രേഷൻ ഒക്കെ വരുന്നത്. സോ അതൊക്കെ കണ്ടിട്ടാണെങ്കിലും ആൾക്കാർ ആ ഒരു ടൈം വിട്ട് നോക്കിയിട്ട് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കയ്യിൽ കിട്ടുന്ന ആ ടൈം ഒക്കെ നോക്കിയിട്ട് അപ്പൊ കുറച്ചുകൂടി നേരത്തെ ഓർഡർ ചെയ്തോളൂ. ഓർഡർ ചെയ്യുമ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ലാസ്റ്റ് പീക്ക് മൊമെന്റിലേക്ക് വെക്കരുത്. അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ഇതും നമ്മള് നേരത്തെ കണ്ടില്ല, ഒരു സിൽവർ ഗോൾഡ് ടിഷ്യൂല് കണ്ടില്ലായിരുന്നു, അതേപോലെ തന്നെ ഇത് പവർലൂമില് ടിഷ്യൂല് ചെയ്തേക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ വർക്ക് ഇങ്ങനെയായിരിക്കും അല്ലേ? ഇത് പോൾക്ക ഡിസൈൻ ആണ്, ബോർഡർ ഫുള്ള്. ഇത് ചെക്സ് ഒരു മാറ്റ് ഡിസൈൻ, സോറി ഇതൊരു സെൽഫ് ഡിസൈൻ ആണ്. സെൽഫ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇത് ബോഡിയാണ് കേട്ടോ ആക്ച്വലി. ഇത് മുന്താണിയുടെ പോർഷൻ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങനെ സെൽഫ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ലുക്ക് വൈസ് അടിപൊളി. അതിലും സിൽവർ ഗോൾഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആണ്. അതെ, ഇങ്ങനെ തന്നെ വരും ഓവറോൾ. ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നോക്കുമ്പോ എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അല്ല പിന്നെ അതല്ല പവർലൂമിൽ ഇത്രയും ചൂസ് ചെയ്യാനുണ്ട്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ. ഇപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറയുമ്പോ നിങ്ങൾ കസവിന്റെയും കൂടി ആലോചിച്ചോളൂ കേട്ടാ. 100 രൂപ 200 രൂപയ്ക്കും നിങ്ങൾക്ക് സാരി കിട്ടും. അത് ഇതും വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതാ ഞാൻ പറഞ്ഞത്, അത് ഇതും വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യരുത്. ഇതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ആ വാല്യൂള്ള ഇതാണ് ഇതിൽ ഫുൾ കയറ്റിയിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് ഉണ്ടാവും. പക്ഷെ പുറത്തത്തെ ഇതും വെച്ചിട്ട് രണ്ടും വെച്ചിട്ട് കമ്പയർ, അല്ലെങ്കിൽ ലോക്കൽ ഐറ്റം വെച്ചിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യും. ഇവിടെ ഇരിക്കണത്
പവർലൂം ആയാലും ക്വാളിറ്റിയുള്ള ഐറ്റം ആയിരിക്കും. അതെ അതെ ഹാൻഡ്ലൂം ആയാലും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്, പവർലൂം ആയാലും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. കാരണം പവർലൂമിലാണെങ്കിലും ഹാൻഡ്ലൂമിലാണെങ്കിലും അതെനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. എന്ന് വെച്ചാൽ പവർലൂമിനായാലും അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കീപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. കാരണം ആ എടുത്ത ഒരു കസ്റ്റമർ നാളെ തിരിച്ചു വരണം, അത് നമ്മുടെ ക്വാളിറ്റി നല്ലതാണ് എന്ന രീതിയിൽ തിരിച്ച് ഉറപ്പായിട്ടും വരേണ്ടി വരും. അപ്പൊ ഇനി ഇത് വിട്ടിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ്. പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ്. അതിന്റെ കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഡിജിറ്റൽ ആണല്ലോ, ലോട്ടസ് ആണ് ഡിജിറ്റൽ യുഗങ്ങൾ. ഇത് ടിഷ്യൂലാണ് ചെയ്തത്. ഇതിന്റെ കോട്ടണിലും ചെയ്തിട്ടുണ്ട്. കോട്ടൺ ഞാൻ കാണിച്ചു തരാം. കോട്ടൺ ടിഷ്യൂലും വരുന്നുണ്ട്. അതും തന്നെയല്ല, പ്രിന്റുകൾ നമുക്ക് കുറെ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത് മാത്രം. ഇപ്പോഴത്തെ ട്രെൻഡും ഇവിടെ അവൈലബിൾ ആണ്. സെറ്റ് സാരിയിലായാലും സെറ്റ് മുണ്ടിലായാലും വരുന്നത് ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഇത് വേറെ ഇതൊരു ഡിഫറെന്റ് പ്രിന്റില് ഡിഫറെന്റ് പ്രിന്റ് ആണ് വരുന്നത്. ഇതും ഫ്ലവേഴ്സ് തന്നെ ആയിരിക്കും വരുന്നത്. ഫ്ലവേഴ്സ് കൂടുതൽ ടിഷ്യൂല് ചെയ്യുമ്പോഴാണ് ഡിജിറ്റൽ പ്രിന്റ് കുറച്ചുകൂടി ലൈഫ് ഉണ്ടാകുന്നത്. ലൈഫും ഭംഗിയുണ്ടാവും. എടുത്ത് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് എടുത്ത് കാണുന്നത് അല്ലേ? ഓക്കെ, ഇതതിന്റെ കോട്ടൺ ചെയ്തേക്കുന്നതാണ്. ഡിജിറ്റൽ പ്രിന്റ് തന്നെ. കോട്ടണിൽ ചെയ്യുമ്പോൾ അത്ര എഫക്റ്റീവ് ഉണ്ടാവില്ല. ഇത് പെട്ടെന്ന് പോകുന്നല്ലോ. അതെ 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 അതെ. ഇതിലും ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഫ്ലവേഴ്സ് മാത്രമല്ല, ഒരു എന്താ പറയുക, ഒരു ലൈഫ് ഉണ്ടാവില്ല. കാണുമ്പോഴത്തേക്ക് ഒരു തുടിപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനുണ്ട്. ടിഷ്യൂല് ടിഷ്യൂല് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടുതൽ ഫീൽ ചെയ്യുന്നത് അല്ലേ? ഇതൊരു പ്രിന്റ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. രണ്ട് സൈഡ് പല്ലു ആദ്യം പല്ലു ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പല്ലു വരുന്നത്. ഇതും സിമ്പിൾ ആയിട്ടാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അധികം ഓവർ അല്ലാത്ത രീതിയിലാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് പല്ലുവിലാണ്. ഇത് ബോർഡർ ആണ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ബോർഡർ ഫുൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്തത്. ഇങ്ങനെ ഫുൾ ഓവറോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോന്നും സ്നേഹം കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ. ഒന്നും എന്താ പറയാ, ട്രേഡ് അല്ല, പോയി എടുത്തിട്ടുള്ളതും അല്ല. നമ്മൾ ഓരോന്നും പോയി കസ്റ്റമൈസ് ചെയ്ത്. സാധാരണ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓണം സെപ്റ്റംബറിലാണ്, പക്ഷെ ഹോൾസെയിൽക്കാരുടെ ഓണം ഈ ഓഗസ്റ്റും ജൂലൈ മാസം തുടങ്ങിയ. ഇവരുടെ ഓണം എന്ന് പറയുമ്പോൾ ഇവര് ഓരോന്നും അത് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇവരുടെ ഓണം 2 മാസം മുന്നേ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബറിൽ ഓണമാണെങ്കിൽ ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പ്രൊഡക്ഷൻ തുടങ്ങും. അതെ, ഇതും നമ്മുടെ ഒരു ചെറിയ സിമ്പിൾ സാരിയാണ് വരുന്നത്. ഇത് പല്ലുവാണ് വരുന്നത്. ഇത് ടിഷ്യൂല് തന്നെയാണ് വരുന്നത്. ഞാൻ സിമ്പിൾ ആയിട്ട് സാരി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് പല്ലുവാണ് കാണിക്കുന്നത്. ടിഷ്യൂല് ഇതാ ചെറിയ ടെമ്പിൾ ബോർഡറാണ് വന്നിരിക്കുന്നത്. ഹാൻഡ്ലൂമിലൊക്കെ ചെയ്യുന്ന ടെമ്പിൾ ബോർഡറാണ്. കണ്ടോ? അപ്പൊ അങ്ങനെ സാരീസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. നമുക്ക് ആക്ച്വലി പ്രിന്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഹാൻഡ്ലൂം സാരീസും പവർലൂം ആയിട്ടുള്ള ഈ ടൈപ്പ് ഒക്കെ ഉണ്ട്. ചെക്സിന്റെ മൾട്ടി കളർ അതുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ കാണിച്ചിങ്ങനെ. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ എല്ലാ കളേഴ്സും നമ്മുടെ അവൈലബിലിറ്റി ഉണ്ടാവും. ഇത് ടെസൽസ് ഉള്ളതും ടെസൽസ് ഇല്ലാത്തതായിട്ടുള്ളത്. ഇത് ഹാൻഡ്ലൂം ടൈപ്പിൽ വരുന്ന സാരീസ് തന്നെയാണ്. സെയിം ഞാൻ ഉടുത്തതിന്റെ പോലത്തെ തന്നെ കുറച്ച് വേറെ ഡിഫറെന്റ് വർക്ക്സ് ആയിട്ട് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മളെ ടെമ്പിൾ പോലെ വരുന്നുണ്ട്. ബ്ലാക്കിലാണ് വരുന്നത്. ബ്ലാക്ക് ഇത് ഓരോന്ന് കാണിക്കുമ്പോഴും നമുക്ക് നിവർത്താൻ ഉള്ള ഒരു ഫീലിംഗ്. പക്ഷെ നമുക്ക് സമയമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇനി സെറ്റ് മുണ്ട് കാണിക്കണം, മുണ്ടുകൾ, ആണുങ്ങളുടെ മുണ്ടുകൾ കാണിക്കണം. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ. ചെറിയൊരു പ്രിന്റ് ആണ് ഇത്. ലോട്ടസിന്റെ പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ് അല്ല, നോർമൽ പ്രിന്റ് ആയിരിക്കും. ഇത് പല്ലുവാണ്. അപ്പൊ ഇത് റേറ്റ് അറിയാൻ എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പൊ വാട്സ്ആപ്പ് ഞാൻ ഇവിടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത്. ഇതൊരു ടിഷ്യൂന്റെ പോൾക്ക ഡോട്ട്സ് പ്രിന്റ് വരുന്ന കേട്ടോ. ഇതൊരു കലംകാരി അജ്രക്ക് സ്റ്റൈലിലുള്ള അതൊരു സ്റ്റൈലാണ് പറയുന്നത്. പക്ഷെ ഇത് പ്രിന്റ് ആണ് വരുന്നത്. പ്രിന്റ് ആണ് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോ തുണിയായിരിക്കും. ഇത് പ്രിന്റിൽ വരുന്ന അജ്രക്കിന്റെ ഒരു സ്റ്റൈലില് പോലെ ചെയ്തിട്ടുള്ളത് പോൾക്ക ഡോട്ടാണ് ഓവറോൾ വന്നിരിക്കുന്നത്. കണ്ടോ? ഹാൻഡ്ലൂമില് അല്ല, സോറി, പവർലൂം. കണ്ട, ഞാൻ വരെ തെറ്റിച്ചു. ഹാൻഡ്ലൂമില് എന്ന് പറയുമ്പോ കണ്ടെന്ന് വെച്ചാൽ എല്ലാം കണ്ടിട്ട് ഏതാണ് ഹാൻഡ്ലൂം ഏതാണെന്ന് സത്യം. അപ്പൊ കറക്റ്റ് ഏതാ ഹാൻഡ്ലൂം ഏതാ പവർലൂം അറിയണമെങ്കിൽ നേരിട്ട് വരാ, വിളിക്കുക. അപ്പൊ നമ്മള് വരേണ്ട സ്ഥലം എവിടെയാ?
ഇത് എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്ക്. നമ്മൾ എടപ്പള്ളി എന്ന് പറയുമ്പോൾ എറണാകുളം എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിന്റെ ബാക്ക് സൈഡിൽ ശ്രീഭദ്ര ദേവി ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുന്ന എടപ്പള്ളി പള്ളി. എടപ്പള്ളി പള്ളി, അതായത് നമ്മള് വൈറ്റില ഭാഗത്തു നിന്ന് കയറി വരുന്നവർക്ക് എടപ്പള്ളി പള്ളി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് ചെങ്ങമ്പുഴ പാർക്ക് സ്റ്റോപ്പ്. സ്റ്റോപ്പിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ പാർക്കിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും വേണ്ട, ലൊക്കേഷൻ ഇട്ട് കൊടുത്താൽ മതി. മുണ്ടുകട അല്ലേ? അപ്പൊ എത്ര മണി തൊട്ട് എത്ര മണി വരെ? നമ്മൾ രാവിലെ 9 മണി തൊട്ടുണ്ടാവും. 9 മണി തൊട്ട്. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് 9 മണി 9:30 വരെ ഉണ്ടാവും. രാത്രി 9 വരെ. അപ്പൊ ഇനി നമുക്ക് സെറ്റ് മുണ്ടിലേക്ക് കിടക്കാം. സെറ്റ് മുണ്ട് ഇത് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻ സെറ്റ് മുണ്ട്സ് ആണ് വന്നത്. ഇതിപ്പം ടിഷ്യൂലാണ് സെറ്റ് മുണ്ട് വരുന്നത്. ഇതൊരു സിഗ്സാഗ് മോഡൽ ബോർഡറിൽ ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, 2 കളർ കോമ്പിനേഷൻ, സിൽവറും ഗോൾഡും ആണ് ചെയ്തേക്കുന്നത്. ടിഷ്യൂലാണ് ചെയ്തേക്കുന്നത്. ഇത് അതേപോലെ തന്നെ ഒരു കോട്ടണിൽ ചെയ്തേക്കുന്നതാണ്. പീകോക്ക് ആണ്, ബോർഡർ ഫുൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ബ്ലൂ മെറൂൺ കോമ്പിനേഷനിൽ സെറ്റ് മുണ്ടാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോർഡർ ഇങ്ങനെ ബ്ലൂ ഷെയ്ഡായിട്ട് വരുന്നത് തന്നെ ആയിരിക്കും. ഇതും ടിഷ്യൂലാണ് ചെയ്തേക്കുന്നത്. ഫുൾ ഗ്രീനിലായിരിക്കും ചെയ്യുന്നത്. ബോർഡർ കുറച്ച് വീതിയാക്കി ചെയ്തേക്കുന്ന ടൈപ്പാണിത്. ഇത് തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോട്ടൺ ടൈപ്പ് ഗ്രീനിൽ തന്നെ വരുന്നത്. എന്താ, ബോഡി പ്ലെയിൻ ആയിട്ട് ചെറിയ ബോർഡർ, നമ്മൾ സാധാരണ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടൈപ്പില്ലേ, അങ്ങനത്തെ ടൈപ്പ്. പിന്നെ ഇതൊരു മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിൽ ഫുൾ ബോഡി സ്ട്രൈപ്സ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിയ വീതി ബോർഡറിലൊക്കെ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും. ഓക്കെ, ഇത് ഇപ്പോൾ എത്ര മീറ്റർ ഉണ്ടാവും? ഇതാകുമ്പോൾ ഇതിൻ്റെ എല്ലാം 280 മീറ്റേഴ്സ് ആണ് നമ്മുടെ നേരിയത് വരുന്നത്. പിന്നെ വരുന്നത് ഇതെല്ലാം ഹാൻഡ്ലൂമിലാണ്, നല്ല ക്വാളിറ്റി. അതെ അതെ, എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും. പിന്നെ ഇതെല്ലാം ടിഷ്യൂവിൻ്റെ ടൈപ്പ് ആയിരിക്കും വരുന്നത്. എല്ലാം ഹാൻഡ്ലൂം ആയിരിക്കും. പിന്നെ ഇതിൻ്റെ തന്നെയൊക്കെ പവർലൂം ടൈപ്പ് വരുന്നുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു. ഓക്കെ, പവർലൂം ഹാൻഡ്ലൂം ഉണ്ട്, പവർലൂം ഉണ്ട്. അതായത് സെറ്റ് മുണ്ടിൽ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? സെറ്റ് മുണ്ട് നമുക്ക് നോർമലി 450 ആ റേഞ്ചിലൊക്കെയാണ് സെറ്റ് മുണ്ട് സ്റ്റാർട്ട് ചെയ്യും. ചെറിയ പുളിയലക്കര സ്റ്റൈലിലെ പുളിയലക്കരയൊക്കെ നമുക്ക് എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ പുളിയലക്കര ഉണ്ട്. ചെറിയ കമ്പിക്കര, പുളിയലക്കര. ഇത് പവർലൂം. അതെ, ഇത് പവർലൂം. ഇത് ഫുൾ ബോഡി സ്ട്രൈപ്സ് വരുന്ന ഒരു സെറ്റ് മുണ്ടാണ്. ഫുൾ ബോഡി സ്ട്രൈപ്സ് വരുന്നതാണ്. ഇത് അതിന്റെ തന്നെ ഒരു ചെക്സ് ആണ് വരുന്നത്. ഇതാ ഫുൾ കസവില് ബോഡി ചെറിയ ചെക്സ്, മൈക്രോ ചെക്സ്. അതെ, മൈക്രോ ചെക്സ് ചെയ്തേക്കുന്നത്. ഇതൊരു ഡിസൈൻ ടൈപ്പാണ്. ഇത് നമ്മൾ ഓണത്തിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സ്പെഷ്യൽ, നമ്മൾ സാരിയിൽ കണ്ട പോലെ സിൽവർ ഗോൾഡ് ടൈപ്പിൽ ഒരു സെൽഫ് മെറ്റീരിയലൊക്കെ വന്നേക്കുന്നത്. ഇതതിൻ്റെ നേരിയതാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രിന്റഡ് ടിഷ്യൂവിൻ്റെ തന്നെ ഒരു പ്രിന്റഡ് ടൈപ്പ് ഡിസൈൻ വരുന്നതാണ്. ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്നത്. അത് കസവായിട്ടുണ്ടല്ല, പ്രിന്റ് തന്നെ ആയിരിക്കും ചെയ്തേക്കുന്നത്. ഇത് മൈക്രോ ചെക്സിൽ തന്നെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. ഫുൾ ബോഡിയിൽ ചെക്സ്, ബോർഡർ ഇതുപോലെ തന്നെ കോമ്പിനേഷൻ ആയിരിക്കും. ഇതിന് ഒരു 3-4 കളർ നമ്മുടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഹാൻഡ്ലൂം ടൈപ്പ് പോലത്തെ ഒരു മെറൂണും ബ്ലാക്കും വന്നിട്ട് ഇതും പവർലൂമിൽ സ്ട്രൈപ്സ് വരുന്നത്, ബോഡി ഫുൾ സ്ട്രൈപ്സ് വരുന്ന ഒരു സെറ്റ് മുണ്ടാണ്. ഇതിന്റെയൊക്കെ ലെങ്ത്തും വരുന്നത് 280 ആ ലെങ്ത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതിന്റെ കര മാത്രമുള്ള സെറ്റ് മുണ്ടാണ്. ഇത് കോമ്പിനേഷൻസ് ഉണ്ട്. കര മാത്രമുള്ള കോമ്പിനേഷൻ നമ്മളിൽ 10-35 വെറൈറ്റി കോമ്പിനേഷൻസ് നമ്മളിൽ വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ മെയിനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവാതിരകളി അങ്ങനെയുള്ളവർക്ക് ബൾക്കായിട്ട് ഓർഡർ ചെയ്തില്ലേ, അവർക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് നമ്മളിലുണ്ടാവും. അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും, ഡിഫറെന്റ് കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. കളേഴ്സിലെ അതിന്റെ കളേഴ്സും കോമ്പിനേഷനും ഡിസൈൻസ് ഒക്കെ മാറ്റമുണ്ട്, നല്ല മാറ്റം ഉണ്ടാവും. ഇങ്ങനെ വരും, നല്ല നല്ല കളേഴ്സ്. അതെ അതെ. പിന്നെ ഇതിന്റെ സെറ്റ് മുണ്ട് അത് വിത്ത് ബ്ലൗസ് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ഇത് വിത്തൗട്ട് ബ്ലൗസാ? ഇതെല്ലാം വിത്തൗട്ട് ബ്ലൗസ് ആണ് വരുന്നത്. ഇങ്ങനെ വരും. ഇതാണ്, ഇത് പ്രിന്റഡ് ആണ് വരുന്നത്. ഇത് അതിന്റെ നേരിയതാണ് വരുന്നത്. ഇത് അതിന്റെ ബ്ലൗസ് പീസ് ആയിരിക്കും വരുന്നത്. പല വെറൈറ്റീസ് ഉണ്ടാവും നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് വേറെ വെറൈറ്റി ഉണ്ടോ? വിത്ത് ബ്ലൗസിൽ വരുന്നത്. ഇതും പ്രിന്റ് ആണ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. ഇങ്ങനത്തെ സ്റ്റൈലാണ് വരുന്നത്. പല വെറൈറ്റീസ് ഉണ്ടാവും ഇതിലേക്ക്. ഇതൊക്കെ സെറ്റ് മുണ്ടിന്റെ സെറ്റ് മുണ്ടിനാണ്. ഇതെല്ലാം 280 ഉണ്ടാവും, 260 ഉണ്ടാവും. പല ടൈപ്പും പല കാറ്റഗറിയിലും ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പുളിയിലക്കര ചെറിയ പ്രിന്റഡ് ടൈപ്പ് സെറ്റ് മുണ്ട്, അതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിലിറ്റി ഉണ്ട്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട്, ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ല, ഇതല്ലാതെ ഇനി കൂടുതൽ വെറൈറ്റീസ് ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. വെറൈറ്റി ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും. ഇനി നമുക്ക് മുണ്ടിലേക്ക് പോയാലോ? ഇനി ജെൻസിന്റെ മുണ്ടിലോട്ട് പോകാം. ഇത് കാണുന്നതൊക്കെ മുണ്ടുകൾ. ഈ അറ്റം തൊട്ട് ആ കാണുന്ന ആ അറ്റം വരെ കാണുന്നത് മൊത്തം മുണ്ടുകളാണ്. ഈ മുണ്ടുകൾ കാണുമ്പോ ഒക്കെ ഒരുപോലെ ഇരിക്കും, പക്ഷെ ഇതിനും കുറെ വെറൈറ്റീസ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട്. ബാലരാമപുരം കൈത്തറി മുണ്ടുകളാണ് വരുന്നത്. പവർലൂം ഇതിലില്ല. പവർലൂം ഉണ്ട്. പവർലൂം കുറച്ച് സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന എല്ലാം ബാലരാമപുരത്തിന്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉള്ള മുണ്ടുകളായിരിക്കും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പുതിയ കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തേക്കുന്ന മുണ്ടുകളാണ്.
അപ്പൊ മുണ്ട് ഇത് ഉടുക്കുമ്പോഴും നല്ല കംഫർട്ടബിൾ ആയിരിക്കും, കുറച്ചുകൂടി ലോങ് ലാസ്റ്റ് ആയിരിക്കും. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗുമാണ്. അതാണ് കണ്ടോ, അല്ല ലൈഫ് കിട്ടും അല്ലേ? ലൈഫ് കിട്ടും, നല്ല ലൈഫ് ഉണ്ടാകും. പിന്നെ നമുക്ക് സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഇതൊക്കെ ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് മുണ്ടുകളാണ് ഈ മുണ്ടുകളല്ലേ. അതെ അതെ അതെ. ഇതില് തന്നെ നമുക്ക് കരകൾ കുറേ കിട്ടൂട്ടോ, ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ. ഇത് ഇവിടെ നോക്കിയ കുറച്ച് ഡിസൈൻസ് ഞാൻ ഇങ്ങനെ ഒളിപ്പിച്ചൊന്ന് കാണിക്കാം. കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് കരകളുടെ ഇഞ്ചസിന് മാറ്റമുണ്ട്, ഡിസൈൻസിന് പല വീതി, പല കോമ്പിനേഷൻസ്, അങ്ങനെ പല ടൈപ്പ് വരും. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പുളിയലക്കരയാണ്. ഇതാണ് ചുട്ടിക്കര, സിമ്പിൾ. അതെ ചുട്ടിക്കര. ഇത് ചുട്ടിക്കര മുണ്ടാണ്, ബ്ലാക്കും സിൽവറോടെ ചെയ്തേക്കുന്നുണ്ടോ, നല്ല കരയാണ്. ഇത് അതിന്റെ നേവി ബ്ലൂ. ഇത് കസവില്ലാതെ വരുന്നത്, ഇതിനാണ് ചുട്ടി എന്ന് പറയുന്നത്. അതെ ചുട്ടിമുണ്ടെന്ന് പറയുന്നത്. ചുട്ടിമുണ്ട് ഇത് ബോർഡർലെസ് ആയിട്ടുള്ളത്, സിമ്പിൾ ആയിട്ട്. പിന്നെ ഇതിന്റെ തന്നെ വേറെ ടൈപ്പാണ് ചുട്ടിമുണ്ട്. ഇത് കസവ് മാത്രമുള്ള പ്ലെയിൻ ചുട്ടിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ശരിക്കും ആക്ച്വലി ഇതില് ബോർഡർ ഉണ്ട്, അത് അറിയണില്ല. വൈറ്റ് കളറാണ്, വൈറ്റ് കളറുടെ ബോർഡറാണ്. പിന്നെ ചുട്ടിയാണ്, ഇതാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. ആക്ച്വലി ഈ കാണുന്നത് വൈറ്റ് അല്ലേ? അതെ വൈറ്റ് കരയിൽ ചുട്ടിയാണ് ചെയ്യുന്നത്. ഇത് വൈറ്റ് ആണ് കേട്ടോ, ഈ കാണുന്നത് മൊത്തം ഇത് കരയാണ്. ഇതിലേക്ക് ഗോൾഡിന്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിട്ട് മാറിക്കാണ്. പിന്നെ ഇതിന്റെ വേറെ സ്റ്റൈലുണ്ട്. ഇതും ചുട്ടിമുണ്ടാണ്, വേറെ സ്റ്റൈല്. ഇപ്പോഴത്തെ പുതിയൊരു ചുട്ടിയാണ് ഈ കാണുന്നത്. ഇതല്ലേ? ഓ ഇങ്ങനെ വരുന്നതല്ലേ, ബ്ലാക്കില് രണ്ട് സൈഡ് ഇങ്ങനെ കര വന്നിട്ട് ബ്ലാക്ക്. ഈ കളർ ചേഞ്ച് കിട്ടും നമുക്ക്? കിട്ടും. ഇതിന്റെ കളർ ഇത് ഗ്രീൻ ഉണ്ട്, മെറൂൺ, നമ്മുടെ അങ്ങനെ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് പുളിയലക്കര വരുന്നത്. ഇത് പുളിയലക്കര വരുന്ന മുണ്ടാണ് വരുന്നത്. ഇങ്ങനെ ഇതും ചുട്ടിയില് പുളിയലക്കര. എനിക്കത് കറക്റ്റ് ആയിട്ട് അത് പറയാം. പുളിയലക്കര, ഇലക്കര, ഇലക്കര അങ്ങനെ പറയായിരിക്കും ബെറ്റർ. റെഡിലാണ് വരുന്നത്. റെഡ് കോമ്പിനേഷൻ വെച്ചാൽ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഇപ്പൊ കുറച്ച് ഒരു ഷർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ മുണ്ടില്ല എന്നുള്ള അങ്ങനെ ഒരു വാക്കേയില്ല. നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ ഒരു ഷർട്ട് ഉണ്ട്, ഇത്രയും മുണ്ടുകളുണ്ട് ചൂസ് ചെയ്യാനായിട്ട്, കിട്ടാണ്ടിരിക്കില്ല. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ അങ്ങനെ പല കോമ്പിനേഷൻസ് ആണ് വരുന്നത്. വെറൈറ്റി കോമ്പിനേഷൻ. ലിനൻ ഷർട്ടിനൊക്കെ ആണെങ്കിൽ കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് കസവ് വേണ്ട എന്നൊരു ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ വരും. കസവ് വേണ്ടാത്തവർക്കാണെങ്കിൽ വെറുതെ കര മാത്രമുള്ള മുണ്ടാണെങ്കിൽ അതിനും ഇങ്ങനെ കോമ്പിനേഷൻസ് വരും. പിന്നെ അതിന് പുളിയിലക്കര വരും, ചുട്ടിക്കര വരും. ഇതുണ്ടോ, ഇതിൽ കസവ് വേണ്ട, തിന്നായിട്ട് വേണ്ടവർക്കാണെങ്കിൽ പുളിയിലക്കര വരും. ഇതൊക്കെ പ്യുവർ കോട്ടൺ അല്ലേ? നല്ല കോട്ടൺ ആയിരിക്കും, സ്റ്റാർച്ച് ഒക്കെ പിടിക്കാൻ പറ്റിയ ടൈപ്പ്. ഇത് ചുട്ടിമുണ്ടാണ് വരുന്നത്, കര മാത്രമുള്ള അതിന്റെ ടൈപ്പില്. അതിന്റെ കോമ്പിനേഷൻസ് ആണെങ്കിലും ഇങ്ങനെ വരും, കണ്ടോ? ഇതെല്ലാം അതിന്റെ കോമ്പിനേഷൻസ് ആണ്. കളർ നന്നായില്ലേ? നല്ല കോമ്പിനേഷൻസ് എല്ലാം. ഇതും അതിനേക്കാളും നല്ല. ഇതും അങ്ങനെ തന്നെയാണ്. പല വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം അങ്ങനെ വെറൈറ്റി. ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ചു പോട്ടോ, അതിന്റെ വെറൈറ്റീസ് ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കിയാൽ. ഇത് അതിന്റെ പുളിയിലക്കരയാണ് വരുന്നത്. പുളിയിലക്കരയും വരുന്നുണ്ട്. കസവ് ഇല്ലാത്തവർക്ക് പുളിയിലക്കര വേണം കൊടുക്കാം, അങ്ങനെ കൊടുക്കുന്ന ടൈപ്പ് ആയിരിക്കും ഇതൊക്കെ. ഇതിന്റെ ആണെങ്കിലും ബ്ലാക്ക്, മെറൂണ്, നേവി ബ്ലൂ, ഇതൊക്കെ ഇവിടെ കാണാലോ നമുക്ക് നേരിട്ട് തന്നെ. ഈ ഒരു ലൈവ് ആയിട്ട് തന്നെ എല്ലാം കളേഴ്സ് വന്നിട്ട് നോക്കാൻ മാച്ച്. പിന്നെ ഇതല്ലാതെ നമുക്ക് വേറെ സ്റ്റൈലുണ്ട്. പ്ലെയിൻ കസവിൽ തന്നെ ഡിസൈൻ വരുന്ന ജക്കാർഡ് മുണ്ടുകൾ എന്ന് പറയുന്നത്. അതേത് ഭാഗത്താ? അതും ഇവിടെ തന്നെ ഉണ്ട്, ഈ സൈഡാണ്. ഓക്കെ. ഇത് ജക്കാർഡ് മുണ്ടുകള്. അതെ, ഇതെല്ലാം ജക്കാർഡ് ടൈപ്പിലുള്ള വരുന്ന ഹാൻഡ്ലൂം മുണ്ടുകളായിരിക്കും വരുന്നത്. കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും വെറൈറ്റീസ് ഉണ്ട്. ഫുൾ വരുന്നത് ജക്കാർഡിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പൊ ഇതില് കളറിലും വരുന്നുണ്ട്, ഗോൾഡ് കളറും വരുന്നുണ്ടോ, പിന്നെ കസവും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇത് നന്നായി സിൽവർ ഗോൾഡ് മിക്സ് ആയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ കസവ് കുറച്ച് നന്നായിട്ടും ഉണ്ട് അല്ലേ? ഇതൊരു ഡിഫറെന്റ് ലുക്കിലാണ് ചെയ്തേക്കുന്നത്. അതെ, അടിപൊളി ലുക്ക് കിട്ടോ. അന്ന് ആ കയ്യിലിരിക്കുന്നതും നന്നായിട്ടുണ്ട്. സെയിം ആ ഒരു കസവില് തന്നെ നമുക്ക് പായ ഡിസൈൻ വേണോ, ഫ്ലവർ ഡിസൈൻ, മാങ്ങ ഡിസൈൻ വേണോ, ടെമ്പിൾ ഡിസൈൻ വേണോ, എല്ലാം വെറൈറ്റീസ് ഉണ്ട്. കസവിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. അതായത് സിൽവർ ഗോൾഡ് മിക്സ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിഫറെന്റ് ലുക്ക് ആയിരിക്കും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. ഇതും അതിൽപ്പെട്ട തന്നെ. എല്ലാത്തിനും ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത്, പക്ഷെ അത് ഡിഫറെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിൽവറും ഗോൾഡും കൂടി ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ഇതിന്റെ പ്ലെയിൻ കസവ് ഉണ്ട്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കസവും മുണ്ടുകളും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധാരണ മീൻസ് വെറുതെ പ്ലെയിൻ കസവ്.
കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ ചെയ്യുന്നത് ഇതിന്റെ പല വീതിയും നമ്മുടെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ കാണിച്ചത് ഹാൻഡ്ലൂം ആണോ? എല്ലാ ഹാൻഡ്ലൂം ആണ് കാണിച്ചത്. ഇനി പവർലൂം ഉണ്ടോ? പവർലൂം ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഹാൻഡ്ലൂമിന് നമുക്ക് മുണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? ഹാൻഡ്ലൂമിന്റെ ആണെങ്കിൽ നമുക്ക് 1300 1500 ആ റേഞ്ചിൽ. ഇത്ര സോഫ്റ്റ് അല്ല, ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. 80/80 മെറ്റീരിയൽ ഉണ്ട് കോട്ടണിൽ തന്നെ. അതാകുമ്പോൾ 1300 റേഞ്ചിൽ സ്റ്റാർട്ട് ആവും. അതായത് ഹാൻഡ്ലൂമിൽ പിന്നെ വരുന്ന 100/100 മെറ്റീരിയൽ ആണെങ്കിൽ ഇത് 100/100 100/100 ആണ് 1600 ആ റേഞ്ച് ആണ് സ്റ്റാർട്ടിങ്. അപ്പൊ ഇതിന്റെ കൗണ്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അതെ പ്രൈസ് വരുന്നുണ്ട്. പ്രൈസ് വരും. അത് ക്വാളിറ്റി ലൈഫ് ചെയ്യും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് ബാലരാമപുരത്തിന്റെ വൈറ്റ് മുണ്ടാണ് വരുന്നത്. ഇതെല്ലാം അങ്ങനെയാണ് വരുന്നത്. പല വെറൈറ്റീസ് ഉണ്ടാവും. ഇതിലും ചുട്ടിമുണ്ടുണ്ടാവും, കര ഉണ്ടാവും, പുളിയിലക്കര ഉണ്ടാവും, എല്ലാ ടൈപ്പും ഉണ്ടാവും. സാധാരണ കര ഉണ്ടാവും. ഇതിൽ തന്നെ പവർലൂമും ഉണ്ടാവും. ഇത് പവർലൂം ഇപ്പൊ തുടങ്ങി. പവർലൂം സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരാം? പവർലൂമിലാകുമ്പോൾ നമുക്കൊരു 600 ആ റേഞ്ച് ഒക്കെ ഉണ്ട്. ഇത് 880 ആണ്. ഇതൊരു ചുട്ടി മുണ്ട് വരുന്ന ടൈപ്പാണ്. ഈ കസവും നല്ല ഒരു സിൽവറില് ബോർഡർലെസ്സിലാണല്ലേ ഇത് വന്നിരിക്കുന്നത്. വൈറ്റിൽ തന്നെ നമ്മളിപ്പോ ചുട്ടിയില് വരും. ചുട്ടി നമ്മൾ ചുട്ടി എന്നല്ല പറയാ. ഇപ്പൊ പവർലൂമിൽ നമ്മൾ ചുട്ടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഏതാ നല്ലത് ഏതാ പൊട്ടാന്ന് കണ്ടുപിടിക്കാൻ. നമ്മൾ നേരത്തെ കണ്ട ബാലരാമപുരം ഹാൻഡ്ലൂമിൽ കോമ്പിനേഷൻസ് കണ്ടില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പവർലൂമിലും കോമ്പിനേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ കോമ്പിനേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടാ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കണത്. ഇനി അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും എന്ത് വെറൈറ്റി. ഇതുണ്ട്. ഇത് വേറെ കോമ്പിനേഷൻ. നമുക്ക് എനിക്ക് 10-25 കോമ്പിനേഷൻ വെറൈറ്റി തന്നെ നമുക്ക് പവർലൂമിൽ തന്നെ വരുന്നുണ്ട്. കളറിൽ തന്നെ. അതെ അതെ അതെ. പിന്നെ പുളിയിലക്കര, ചുട്ടിക്കര. ഇതൊരു പുളിയിലക്കരയാണ്. ഇത് ശരിക്കും പവർലൂമിലാണ് പുളിയിലക്കര ചെയ്തേക്കുന്നത്. ഇതൊക്കെ എത്ര വരും ലെങ്ത്? ലെങ്ത് നമ്മൾ സാധാരണ പോലെ തന്നെ 4 മീറ്റർ ആയിരിക്കും വരുന്നത്. കുറച്ചുകൂടി ഹാർഡ് ആയിരിക്കും മെറ്റീരിയൽ. ഇതിന്റെ വേറെ കളറാണ്. കണ്ടോ, കളേഴ്സ് മാറ്റമുണ്ട്. ഇനി കുറച്ചുകൂടി വീതി വന്നിട്ട് കരയ്ക്ക് കുറച്ചുകൂടി വീതി വന്നിട്ട് ചുട്ടി വരണമെങ്കിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് കാണുന്നത് മൊത്തം പവർലൂം സെക്ഷൻ. അതെ അതെ അതെ. പിന്നെ നമുക്ക് ഇതിന് ഷർട്ട് ഉണ്ടാവും. ഷർട്ട് ഇതുണ്ട്. ഇപ്പൊ ഷർട്ടിന് ഇങ്ങനെ മാച്ച് ചെയ്ത് വേണമെങ്കിൽ ഓക്കെ ഇതുണ്ടോ, ഇങ്ങനെ പിടിക്കായിരിക്കും പറ്റാ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഷർട്ട് മുണ്ട് ഇട്ടതിന്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു കോംബോ അല്ല, നമ്മളത് കോംബോ ആക്കി എടുക്കണതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാ താല്പര്യം വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ഒരു വെറൈറ്റിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഷർട്ട് ഞാൻ ഇട്ടേക്കുന്നത് ഈ ഷർട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇത് വന്നേക്കുന്നത് കഥകളിയാണ് വന്നേക്കുന്നത്. അതിന് മുണ്ടും അതേ സ്റ്റൈലിൽ തന്നെ കഥകളിയാണ് ചെയ്തേക്കുന്നത്. ഒരു എംബ്രോയിഡറി സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി ആയിരിക്കും. ഇത് എംബ്രോയിഡറി ഉണ്ട്, പ്രിന്റിലുണ്ട്. നമുക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ പ്രാവശ്യം ഓണം അങ്ങോട്ട് തകർക്കണം നമുക്ക്. മാച്ചിങ് ആയിട്ട് വരുന്നതാണ്. ഇതുണ്ടോ, ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓണം എന്നൊക്കെ പറയുമ്പോ കുറച്ച് ദുരന്തം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഷോകം എന്നൊക്കെ പറയുന്ന സംഭവം മൊത്തം കേരളത്തിലേക്ക് എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ഓണം അതിനൊക്കെ മാറ്റി മറിച്ച് നമുക്ക് എല്ലാവർക്കും നമുക്ക് കോമ്പിനേഷൻസും എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇതുണ്ടോ, നല്ല കോമ്പിനേഷൻസും നല്ല. ആ ഷർട്ടാണുള്ള ഡിസൈൻ കണ്ടോ, അതേ സെയിം പ്രിന്റഡ് പാറ്റേൺ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഷർട്ടില് നമുക്ക് വേറെ വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ കണ്ടത് മാത്രമല്ല, നമ്മള് ഷർട്ടൊന്നും ഇപ്പൊ കാണിക്കുന്നില്ല, പക്ഷെ ഷർട്ടും ഇവിടെ അവൈലബിൾ ആണ്. ഷർട്ട് ഇപ്പൊ എത്ര സൈസ് തൊട്ട് വരും? 38 തൊട്ട് ഷർട്ട്സും അവൈലബിൾ ആണ്. അപ്പൊ വന്ന് ചൂസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള മുണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് ഷർട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ നോക്കി എടുക്കാം. പ്രൈസ് റേഞ്ച് ആണെങ്കിലും കംഫർട്ടബിൾ നോക്കി എടുക്കാൻ പറ്റും. ഹാൻഡ്ലൂം വേണവർക്ക് ഹാൻഡ്ലൂം എടുക്കാം, പവർലൂം വേണ്ടവർക്ക് പവർലൂം എടുക്കാം. രണ്ടും ഉണ്ട്. അപ്പൊ റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്, ഹാൻഡ്ലൂം ഉണ്ട്, പവർലൂം ഉണ്ട്, സെറ്റ് സാരി ഉണ്ട്, സെറ്റ് മുണ്ട് ഉണ്ട്. കുട്ടികളുടെ മാത്രം നമ്മൾ അങ്ങനെ ആദ്യം ചെയ്യുന്നില്ല. കുട്ടികളുടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെയാണ്. കുട്ടികളുടെ ബോയ്സിനാണെങ്കിൽ ഷർട്ടും മുണ്ടും മാച്ച് ആയിട്ട് വരും, സെറ്റ് ആയിട്ട് കിട്ടും. പിന്നെ കുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്കാണ് കൂടുതല് പ്രാധാന്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് ആണും പെണ്ണും. ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ എന്താ ഇവിടെ ഇരിക്കുന്ന മൊത്തം ഇത് സെറ്റ് മുണ്ടാണ്. അതായത് ഇതിപ്പോ സെറ്റ് മുണ്ടില് ഇത് കര മാത്രമുള്ള ഒരു സെക്ഷൻ. ഇതിപ്പോ നമ്മളിപ്പോ കണ്ടിരുന്നു കര മാത്രമുള്ള മൾട്ടി കളർ ഓർഡർ എന്ന് പറയുന്നത്. ഇതൊരു ഇങ്ങനെ വരുന്നത് ഇതുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് സെറ്റ് മുണ്ട് കണ്ടപ്പോഴത്തേക്ക് ഇതിപ്പോ മുള്ളോത്തിന്റെ സെറ്റ് മുണ്ടാണ് വരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, പുളിയിലക്കര. അതെ, ഇതാണ് ഇതിന്റെ പുളിയിലക്കരയാണ്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് കുറെ കാണിക്കാനുണ്ട്, പക്ഷെ ഇനിയും കാണിക്കാൻ നിന്ന് കഴിഞ്ഞ സമയം ഇങ്ങനെ നീണ്ടോണ്ടിരിക്കുക. ഇതെന്തായാലും ഒരു വെറൈറ്റി
ഇതെല്ലാം പ്രിന്റഡ് സെക്ഷൻ ആണ്, വെറൈറ്റി സെക്ഷൻ. ഈ കാണുന്നത് മൊത്തം അല്ലേ? അതെ. പ്രിന്റഡ് സെക്ഷന്റെ വെറൈറ്റീസ് ആണ്. അപ്പൊ ഇതിന്ന് കുറൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കാണിച്ചു. പക്ഷെ പ്രിന്റ് എത്രയായാലും നമുക്ക് കാണിച്ച് തീരില്ല. അപ്പൊ വരിക, നേരിട്ടിട്ട് ഓണം അടിപൊളിയാക്കുക, ആഘോഷിക്കുക, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളതും ഉണ്ട്, ക്വാളിറ്റി ഉള്ളതും ഉണ്ട്, ക്വാളിറ്റി ഇല്ലാത്തത് ഉണ്ടെന്ന് അങ്ങനെ ഞാൻ പറയില്ല. കാരണം പവർലൂമിൽ തന്നെ ക്വാളിറ്റിയുള്ള ഐറ്റം ചോദിക്കുകയാണെങ്കിൽ ഹാൻഡ്ലൂമിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ പവർലൂം ക്വാളിറ്റി കുറവാണ്. അത് നോർമൽ. പക്ഷെ നോർമലി വെച്ച് നോക്കുമ്പോ പവർലൂമിൽ നമ്മൾ സാധാരണ പറയണത് ക്വാളിറ്റി മൊത്തത്തിൽ കുറവാണ്. അങ്ങനെയല്ല, ഈ പവർലൂമിൽ തന്നെ ക്വാളിറ്റി ഉണ്ടെന്നാ പറയണേ. പവർലൂമിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ ഹാൻഡ്ലൂം പവർലൂം രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പവർലൂമിൽ തന്നെ നമുക്ക് ക്വാളിറ്റി പ്രിഫർ ചെയ്യുമ്പോൾ അഫ്കോഴ്സ് മുണ്ട് കട. അപ്പൊ നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാലോ? നമ്മുടെ എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിലാണ്. എറണാകുളം എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിന്റെ ബാക്ക് സൈഡിൽ ശ്രീഭദ്രാദേവി ടെമ്പിളിന് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ഗൂഗിളിൽ ലൊക്കേഷൻ കൊടുത്താൽ മുണ്ടുകട എടപ്പള്ളി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. പിന്നെ അതല്ലാതെ വരുവാണെങ്കിൽ നമ്മുടെ ഇവിടെ വന്നിട്ട് ആൾക്കാർ വിളിച്ചു ചോദിക്കുവാണെങ്കിൽ നമ്മുടെ മെട്രോ ഫില്ലർ നമ്പർ നോക്കി നമ്മൾ അഡ്രസ്സോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ലൊക്കേഷൻ വരാനുള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇത് ഷർട്ടും മുണ്ടായി ഞാൻ കൊടുത്തിരിക്കുന്ന സെറ്റ് സാരി. ഇനി സെറ്റ് മുണ്ട് കാണണ്ടേ ചേച്ചി? വാ, ഞങ്ങളും കാര്യമായിട്ട് ഒരുങ്ങിയതാണ്. വാ, ഇത് സെറ്റും ഉണ്ട്. ബ്ലൗസ് ഇതിന്റെ കൂടെ ഇല്ലല്ലോ? ഇത് ബ്ലൗസ് ഉണ്ടാവില്ല. ഇത് ഫുൾ ലൈൻസ് ആയിരിക്കും വരുന്നത്. ഇത് കര കൊണ്ട് മാത്രം ലൈൻസ്, കസവ് ഉണ്ടാവില്ല. കാരണം നമ്മൾ കസവുള്ള ലൈൻസ് അല്ല കണ്ടത്. അതെ, ഇതെടുത്ത അതെ ഇതുപോലത്തെ ലൈൻ. ഇതിൽ കളേഴ്സ് മാറ്റുണ്ട്. ബ്ലാക്ക് മെറൂൺ ഉണ്ട്, പിന്നെ കോഫി ബ്രൗൺ. അപ്പൊ ഇത് കോട്ടണില് പ്യുവർ കോട്ടൺ ടിഷ്യൂ. അപ്പൊ ഏത് വേണേലും ചൂസ് ചെയ്യാനുള്ള ഇഷ്ടം പോലെ വെറൈറ്റീസ് വന്നിട്ട് ഞങ്ങളുടെ ഓണം ഇവിടെ തുടങ്ങി. അപ്പൊ നിങ്ങളുടെ ഓണം ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണേ അല്ലേ? അതെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമില്ല, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓൾറെഡി നേരം വൈകി കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വരണമെങ്കിൽ ഇനിയും സമയം എടുക്കുന്ന ഇപ്പൊ ആക്ച്വലി നമുക്ക് ഓൾറെഡി ഡിസൈൻ എല്ലാം നമ്മുടെ ഷോപ്പിൽ കയറി ഫിൽ ആയിട്ടുണ്ട്. ഇനി വരാനുള്ള ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമേ ഇനി വരാനുള്ളൂ. ബാക്കി എല്ലാ ഡിസൈൻസ് എല്ലാം നമ്മുടെ ഫില്ലാണ്. അപ്പൊ ഇനി നിങ്ങൾ വരാൻ മാത്രം ബാക്കിയുള്ളൂ. പിന്നെ ഇത് കൂടാണ്ട് പൊന്നാട പിന്നെ വരുന്നത് ജെൻസിന്റെ ജെൻസിന്റെ മുണ്ട് ഷർട്ട് നമ്മൾ വീഡിയോ കാണിച്ചിട്ടില്ല. ഷർട്ട് ഉണ്ടാവും, പിന്നെ മുണ്ട് നമുക്ക് കണ്ടച്ച പോലെ തന്നെ, പിന്നെ പൊന്നാട വരുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ മുണ്ടിന് കൊടുക്കാൻ പറ്റിയ ബെൽറ്റ് കെട്ട് നമ്മുടെ കയ്യിൽ ആ ടൈപ്പ് ഒക്കെ ഉണ്ടോ? മുണ്ട് കൊടുക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ മുണ്ട് കൊടുക്കാൻ ബെൽറ്റ് ഒരെണ്ണം എടുത്ത് അതും കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പിന്നെ നമ്മുടെ കളർ മുണ്ട് വരുന്നുണ്ട്. ബെൽറ്റ് കളർ മുണ്ട് പിന്നെ എല്ലായിടത്തും ഉള്ള കളർ മുണ്ട് നമ്മുടെ പ്യുവർ കോട്ടന്റെ കളർ മുണ്ട്. പ്യുവർ കോട്ടൺ. ഈ ബെൽറ്റ് അല്ലേ? അതെ അതെ. ഓക്കെ. മുണ്ട് കൊടുക്കാൻ ഇപ്പോഴത്തെ അറിയാത്ത പിള്ളേർക്ക് വേണ്ടിട്ട് മുണ്ട് കൊടുക്കാം. ഇതിന് ഒരെണ്ണം. അപ്പൊ ഇതാണ് ബെൽറ്റ്. ഇതാണ് ബെൽറ്റ്. ഇത് വെൽക്രോ ആണ്. വെൽക്രോ ആണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടോ? വലിച്ചു ഒട്ടിച്ചാൽ മതി. ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. അവിടെ സെറ്റ് ആണ്. നോക്കേണ്ട ആവശ്യമില്ല, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതല്ലാത്ത കസവല്ലാത്ത ഇതുപോലത്തെ മുണ്ട് ഇപ്പൊ കുറച്ച് മൂവിങ് ആണ്. ഇത് പക്ക കോട്ടനാ? കോട്ടൺ. ഇതെല്ലാം കോട്ടൺ. ഇത് കോട്ടനാ. ഇത് മിസ്സായി പോയി. അപ്പൊ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇതിലും പ്രിന്റഡാ വരുന്നത് കേട്ടോ. ഇത് ഓണത്തിന്റെ സമയം അല്ലെങ്കിൽ വിഷുവിന്റെ സമയം അല്ലാണ്ടും ഇത് മൂവിങ്. പിന്നെ നമ്മുടെ എപ്പോഴും മൂവിങ് ആണ്. പിന്നെ 365 ഡേയ്സ് ഈ ഷോപ്പ് ഇവിടെ തന്നെ ഉണ്ട്. ഓണം വിഷു ഒക്കെ കൊല്ലത്തിൽ ഒരു തവണയാ. പക്ഷെ ഞങ്ങൾ എപ്പോഴും അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ.